morning students. Super Kings inde board exam ആയി. അപ്പോൾ നമ്മൾ ബോർഡ് എക്സാം റിലേറ്റ് ചെയ്തുകൊണ്ട് എങ്ങനെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന ചാപ്റ്റർ പഠിക്കാം എന്നാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു വാം വെൽക്കം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു കുഞ്ഞു ചാപ്റ്റർ ആണ്. ആക്ച്വലി ഇതിൽ 3 പാർട്ടുകളായിട്ട് നമുക്ക് തരംതിരിക്കാം. അതിൽ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ ആണ് ഡിസ്കസ് ചെയ്യുക. സോ വാട്ട് ഈസ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്? അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സിനെ കുറിച്ചും പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുക സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസിനെ കുറിച്ചും ആൻഡ് ഫൈനലി ടു അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ്. അപ്പോൾ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന പാർട്ടിൽ നമ്മൾ എന്താണ് ഒരു റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് വിച്ച് ഇസ് എ കോമൺലി ആസ്ക്ഡ് ഡെഫിനിഷൻ ഫോർ യുവർ ബോർഡ് എക്സാംസ്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് റീപ്രൊഡക്റ്റീവ്ലി ഹെൽത്തി സൊസൈറ്റി എന്ന് പറഞ്ഞാൽ. If you say health is a state of complete physical, mental and social well-being എന്ന് പറയുന്ന പോലെ തന്നെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന് 3 ആസ്പെക്ട്സ് ഉണ്ട്. ഫിസിക്കൽ ആസ്പെക്റ്റിൽ ഇറ്റ് ഷുഡ് ബി ലൈക്ക് ഹാവിങ് എ നോർമൽ ഫങ്ഷണൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഉണ്ടാവണം അല്ലെ. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഫങ്ഷണൽ ആയിരിക്കണം, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആണെങ്കിലും ഫങ്ഷണൽ ആയിരിക്കണം. സ്റ്റെറൈൽ ആവരുത്. ജസ്റ്റ് ഫോർ എക്സാമ്പിൾ നിങ്ങൾ പഠിച്ചിട്ടുള്ള അസുഖങ്ങൾ തന്നെ ആലോചിക്കുക. ലൈൻ ഫിൽറ്റർ സിൻഡ്രോം അല്ലെങ്കിൽ ടേണർ സിൻഡ്രോം, ഇങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ റുഡിമെന്ററി ഓവറീസ് ഒക്കെയാണ്. സോ ഫിസിക്കലി തന്നെ എന്തല്ല, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പ്രോപ്പർ അല്ല. പിന്നെ ഇമോഷണൽ കേസസിലും പ്രോപ്പർ ബിഹേവിയറൽ ചാനൽസ് ആയിരിക്കണം, ബിഹേവിയറൽ പാർട്ടും പ്രോപ്പർ ആയിരിക്കണം ആൻഡ് ഓൾസോ ദ സോഷ്യൽ ഇന്ററാക്റ്റീവ് പാർട്ടിലും നോർമൽ ആണെങ്കിൽ മാത്രമാണ് നമ്മൾ ഒരു റീപ്രൊഡക്റ്റീവ്ലി ഹെൽത്തി സൊസൈറ്റി എന്ന് പറയുക. സോ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ദ ഫങ്ഷണൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ. അത് മാത്രമല്ല, സാധാരണ നമുക്ക് എപ്പോഴും കൺഫ്യൂസ് ചെയ്യുന്ന രീതിയിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ജസ്റ്റ് ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു റീപ്രൊഡക്റ്റീവ് ഓർഗൻ മാത്രം മതിയോ? നോ, യു ഷുഡ് ഹാവ് എ normal functional reproductive organ, but emotional, behavioral and social aspect related to reproduction should also be normal. അങ്ങനെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ കൊടുത്ത ഈ ഒരു ഡെഫിനിഷൻ വൺ ഓഫ് എ ക്വസ്റ്റ്യൻ ദാറ്റ് ഈസ് ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ആണ്. ഇനി ഇത് ആദ്യമായി ഇനിഷ്യേറ്റ് ചെയ്തത് ആരാണ്? അങ്ങനെ ഒരു റീപ്രൊഡക്റ്റീവ്ലി ഹെൽത്തി സൊസൈറ്റി വേണം, അങ്ങനെ ഒരു റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് പ്രോഗ്രാം ഇനിഷ്യേറ്റ് ചെയ്ത രാജ്യം ഇന്ത്യയാണ്. ആൻഡ് ദ ഇയർ ഈസ് 1951. ആക്ച്വലി ആദ്യം നമ്മൾ ഈ പ്രോഗ്രാമിന് പേര് ചെയ്തിരുന്നത് എന്തായിരുന്നു? ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം എന്നാണ് നമ്മൾ അതിനെ നെയിം ചെയ്തിരുന്നത് അല്ലെ. ബട്ട് ലേറ്റർ ഓൺ ഇറ്റ് വാസ് ചേഞ്ച്ഡ് ഇൻ ടു റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ പ്രോഗ്രാം. കാരണം ആദ്യത്തെ പ്രോഗ്രാം ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാമിൽ നമ്മൾ ആകെ ഉദ്ദേശിച്ചത് പോപ്പുലേഷൻ സൈസ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടി ഫാമിലി സൈസിനെ ഒന്ന് റെഡ്യൂസ് ചെയ്യാന്നുള്ളതായിരുന്നു. പക്ഷെ ലേറ്റർ ഓൺ അത് റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ പ്രോഗ്രാം എന്ന് വികസിപ്പിച്ചപ്പോൾ ദ പ്രോഗ്രാം ഹാവ് മെനി ഒബ്ജക്റ്റീവ്സ്. അപ്പൊ നെക്സ്റ്റ് മേജർ ക്വസ്റ്റ്യൻ നമുക്ക് ഈ ഒരു റീജിയൻ എന്ന് വരുന്നത്, വാട്ട് വെയർ ദി ഒബ്ജക്റ്റീവ്സ് ആൻഡ് വാട്ട് വെയർ ദ പ്ലാൻസ് വിച്ച് വാസ് എക്സിക്യൂട്ടഡ് ബൈ റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ പ്രോഗ്രാം. അപ്പൊ നമുക്ക് നോക്കിയാലോ, ഈ RCH പ്രോഗ്രാമിന്റെ മേജർ ടാസ്ക് എന്തായിരുന്നു? To create awareness among the people about various reproductive related aspects. Reproductive related aspects just population size decrease ചെയ്യാന്നുള്ളതല്ല, ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും ഒരു പ്രോപ്പർ അവയർനെസ് ഉണ്ടാക്കുക. ആൻഡ് പ്രൊവൈഡിങ് ഫെസിലിറ്റീസ് ആൻഡ് സപ്പോർട്ട്സ് ഫോർ ബിൽഡിംഗ് അപ്പ് എ റീപ്രൊഡക്റ്റീവ് ഹെൽത്തി സൊസൈറ്റി. നമ്മൾ അവയർനെസ് മാത്രം കൊടുത്താൽ കാര്യമുണ്ടോ? നമ്മൾ കോൺട്രാസെപ്റ്റീവിനെ കുറിച്ച് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. വി ഹാവ് ടു പ്രൊവൈഡ് ഫെസിലിറ്റീസ് അല്ലെ. അതിനു വേണ്ടിയുള്ള നമുക്കറിയാം, ഇപ്പോൾ സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ അതാണ് എന്ത് ചെയ്തത്, നമ്മുടെ സഹേലി പോലുള്ള കോൺട്രാസെപ്റ്റീവ് പിൽസ് ക്രിയേറ്റ് ചെയ്ത്. അപ്പൊ അതിനുള്ള ഫെസിലിറ്റീസ് വേണം. പോസ്റ്റ് നേറ്റൽ പ്രീനേറ്റൽ കെയർ വേണമെന്ന് പറഞ്ഞാൽ പോരാ, പ്രഗ്നന്റ് ലേഡീസിന് ആവശ്യമുള്ള ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ആവശ്യമുണ്ട്. സോ ഓൾ ദിസ് ഫെസിലിറ്റീസ് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ആദ്യം അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക. ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. പ്രീനേറ്റൽ പോസ്റ്റ് നേറ്റൽ കെയർ ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലാക്കുക. അത് മാത്രമല്ല, അവർക്ക് ആവശ്യമുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക. സോ ദീസ് ആർ ദ 2 ടാസ്ക് ദേ ഹാവ് ടേക്കൺ. അപ്പൊ എങ്ങനെ അവർ അവയർനെസ് ക്രിയേറ്റ് ചെയ്തു, അതുപോലെ എങ്ങനെ അവർ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്തു, അതാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയാം. അപ്പോ അവയർനെസ് ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഏതെല്ലാം സൊസൈറ്റിയിലെ ഏതെല്ലാം ആൾക്കാരിലേക്ക് അവയർനെസ് ക്രിയേറ്റ് ചെയ്യണം. നമുക്കറിയാം ചൈൽഡ് അബ്യൂസ് വരെ നടക്കുന്ന ഒരു കാലമാണ്. സോ ഫ്രം ചിൽഡ്രൻ നമ്മൾ എന്ത് ചെയ്യണം? സെക്സ് എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യണം. അത് പല മീൻസിലാണ്. ടീച്ചേഴ്സ് വഴി, ക്ലോസ് റിലേറ്റീവ്സ് വഴി, പാരന്റ്സ് വഴി, അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ മീഡിയാസ് വഴി നമ്മൾ എന്ത് ചെയ്യുക? സെക്സ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക. അത് ചിൽഡ്രൻസിനും അഡോളസൻസിനും ഇമ്പോർട്ടന്റ് ആണ്.
ചിൽഡ്രൻസിന് സെക്സ് അബ്യൂസിൽ നിന്ന് പ്രിവെന്റ് ചെയ്യാനും അഡോളസൻസിന് നിങ്ങൾക്കറിയാം സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസിൽ നിന്ന് അവോയ്ഡ് ചെയ്യാനും അതുപോലെ അവർക്ക് സെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള മിത്സ് ഒക്കെ എന്ത് ചെയ്യാൻ കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്യാൻ. സോ ദാറ്റ് ഈസ് എ ഫസ്റ്റ് തിങ്. ക്രിയേറ്റിംഗ് അവയർനെസ്സിൽ നമ്മൾ വരുന്നതാണ് ഓഡിയോ വിഷ്വൽ ആൻഡ് പ്രിന്റ് മീഡിയ, ഗവൺമെന്റ് നോൺ ഗവൺമെന്റൽ ഏജൻസീസ് വഴി വേരിയസ് സ്റ്റെപ്സ് വഴി അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക. പാരന്റ്സ്, ക്ലോസ് റിലേറ്റീവ്സ് ആൻഡ് ടീച്ചേഴ്സ് വഴി റീപ്രൊഡക്റ്റീവ് റിലേറ്റീവ് ആസ്പെക്ട്സിൽ എന്ത് ചെയ്യുക, അവർക്ക് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക. സെക്സ് എഡ്യൂക്കേഷൻ സ്കൂൾസിലേക്ക് കൊണ്ടുവരിക. റൈറ്റ് ഇൻഫർമേഷൻ യങ്സ്റ്റേഴ്സിലേക്ക് കൊണ്ടുവരിക. അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെക്സ് റിലേറ്റഡ് മിത്സ് നമുക്ക് കുട്ടികളിൽ നിന്ന് മാറ്റാം. അത് മാത്രമല്ല അഡോളസൻസിലാണ് നമുക്കറിയാം 14 to 21 ഏജ് ഗ്രൂപ്പിന് 15 to 21 ഏജ് ഗ്രൂപ്പിനകത്തുള്ള കുട്ടികളിലാണ് ഏറ്റവും കൂടുതൽ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് നമ്മൾ കാണുക. അപ്പോൾ ഈ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഹൈജീൻ സേഫ് സെക്സ് പ്രാക്ടീസിനെ കുറിച്ച് അഡോളസൻസിന് ഒരു അവയർനെസ് കിട്ടും. മാത്രമല്ല അഡോളസൻസിന് അൺനെസസറി പ്രഗ്നൻസീസ് ഉണ്ടാവുകയും ലേറ്റർ ഓൺ അതിന്റെ കോംപ്ലിക്കേഷൻസ് പ്രിവെന്റ് ചെയ്യാനും ഈ ഒരു സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ക്രിയേറ്റീവ് അവയർനെസ് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ഇസ് എഡ്യൂക്കേറ്റിംഗ് പീപ്പിൾ, എക്സ്പെഷ്യലി അടുത്ത ക്രിയേറ്റീവ് അവയർനെസ്. അപ്പൊ ആദ്യം നമ്മൾ കുട്ടികളിലും അഡോളസൻസിനുമാണ്. അതെന്തിനു വേണ്ടിയാണ്, അബ്യൂസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയും അതുപോലെ തന്നെ അവർക്ക് മിത്തൊക്കെ അവോയ്ഡ് ചെയ്യാനും സേഫ് സെക്സ് ഹൈജീനിക് പ്രാക്ടീസസിലേക്ക് കൊണ്ടുവരാനുമാണ്. എന്നാൽ ഇതെല്ലാം അറിയാവുന്ന ഫെർട്ടൈൽ കപ്പിൾസിലേക്ക് എത്തുമ്പോഴോ മാരേജബിൾ ഏജ് ഗ്രൂപ്പ് ഒരു ക്രിയേറ്റീവ് അവയർനെസ് ആവശ്യമുള്ള ഗ്രൂപ്പാണ്. കാരണം ഇവരാണ് കുട്ടികളെ ഒരു ഫാമിലിയായി കുട്ടികൾ എത്ര വേണമെന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്. സോ ഇവരിലേക്ക് നമുക്ക് പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യണം, ബർത്ത് കൺട്രോൾ ഓപ്ഷൻസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് എത്തിക്കണം. എത്ര കുട്ടികളിലേക്ക് നമുക്ക് നിർത്താം. ഹം ദോ ഹമാരാ ദോ, ഹം ദോ ഹമാരാ ഏക് എന്ന് പറയുന്ന ഡിഫറെന്റ് സ്ലോഗൻസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലെ. ഇതിൽ ഹം ദോ ഹമാരാ ദോ എന്ന് പറഞ്ഞാൽ നമ്മൾ നമുക്ക് 2 കുട്ടികൾ, ദാറ്റ് ഇസ് ഇനഫ്. അല്ലെങ്കിൽ ഇപ്പോൾ സിറ്റീസിലേക്ക് വരുന്ന ഹം ദോ ഹമാരാ ഏക്, നമ്മൾ 2 നമുക്ക് 1 കുട്ടി എന്നുള്ള ബർത്ത് കൺട്രോൾ ഓപ്ഷൻസ് വഴി എങ്ങനെ കുട്ടികളെ ലിമിറ്റ് ചെയ്യാം, നമുക്ക് ആവശ്യമുള്ളത് മാത്രം. അത് മാത്രമല്ല പ്രഗ്നൻസി ടൈമില് വിമണിനും അതുപോലെ കുട്ടിക്കും എഫിഷ്യന്റ് ആയിട്ടുള്ള എന്ത് വേണം, കെയർ ആവശ്യമുണ്ട്. കാരണം അമ്മയുടെ ഹെൽത്ത് ആണ് കുട്ടിയിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുക. അപ്പൊ അമ്മയ്ക്ക് ആവശ്യമുള്ള പ്രീനേറ്റൽ പോസ്റ്റ്നേറ്റൽ കെയറുകൾ, കുട്ടി ജനിച്ച ശേഷം പോസ്റ്റ്നേറ്റൽ കെയർ, ജനിക്കുന്ന മുമ്പുള്ളതാണ് പ്രീനേറ്റൽ കെയർ, അതിനുള്ള പ്രോപ്പർ അവയർനെസ് കൊടുക്കുക. ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ ഇമ്പോർട്ടൻസ്, 6 മന്തിൽ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് ആണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടത്, അതിന്റെ ഇമ്പോർട്ടൻസ്. അപ്പൊ ഇതെല്ലാമാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ മാരേജബിൾ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരിലേക്ക് അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓൾസോ കെയർ ഓഫ് പ്രഗ്നന്റ് മദർ. ഇതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മാത്രം പോരാ, അവയർനെസ് ക്രിയേറ്റ് ചെയ്താൽ മാത്രം പോരാ, വി ഷുഡ് ഓൾസോ പ്രൊവൈഡ് പ്രോപ്പർ മെഡിക്കൽ ഫെസിലിറ്റീസ്. പ്രീനേറ്റൽ പോസ്റ്റ്നേറ്റൽ കെയറിന് വേണ്ടിയുള്ള പ്രോപ്പർ മെഡിക്കൽ ഫെസിലിറ്റീസ് കൊണ്ടുവരേണ്ടതുണ്ട്. കാരണം അമ്മമാർക്ക് ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള ഡെലിവറീസ് പോസിബിൾ ആക്കാനും അതൊക്കെ ഈ ഒരു പാർട്ടിൽ വരുന്നുണ്ട്. അപ്പൊ സക്സസ്ഫുൾ ഇംപ്ലിമെന്റേഷൻ ഓഫ് വേരിയസ് ആക്ഷൻ പ്ലാൻസ് ടു അറ്റൈൻ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് റിക്വയറീസ് സ്ട്രോങ് ഇൻഫ്രാസ്ട്രക്ചർ. ഇവിടെയാണ് നമുക്കറിയാം മാരേജബിൾ ഏജ് ഗ്രൂപ്പിൽ പ്രഗ്നന്റ് ലേഡീസിനെ ഒക്കെ നമുക്ക് എന്ത് ചെയ്യണം, പ്രോപ്പർ പ്രീനേറ്റൽ പോസ്റ്റ്നേറ്റൽ കെയർ കൊടുക്കണമെങ്കിൽ ഗവൺമെന്റ് ഫെസിലിറ്റീസ്, ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ഒക്കെ സ്ട്രോങ് ആക്കേണ്ടതുണ്ട്. അവിടെ പ്രൊഫഷണൽ എക്സ്പെർട്ടൈസ് ആവശ്യമുണ്ട്, ഡോക്ടേഴ്സിന്റെ ആവശ്യമുണ്ട്, മെറ്റീരിയൽ സപ്പോർട്ട്സ് ആവശ്യമുണ്ട് ഫോർ ഓൾ ദിസ് തിങ്സ്. അപ്പാർട്ട് ഫ്രം ദാറ്റ് നമുക്കറിയാം ഇൻ കേസസ് ദർ ഈസ് നീഡ് ഓഫ് അബോർഷൻസ്. അപ്പൊ ആ അബോർഷൻസിനും പ്രോപ്പർ മെഡിക്കൽ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. Next is implementation of better techniques and new strategies to provide a more efficient care and assistance to the people. നമുക്കറിയാം പ്രഗ്നൻസിക്ക് ആവശ്യമുള്ള ബെറ്റർ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ പ്രീനേറ്റൽ കെയറിൽ പ്രോപ്പർ ആയിട്ടുള്ള ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സ് അമ്മയ്ക്ക് കൊടുക്കുകയും അതുവഴി കുട്ടിക്ക് പ്രോപ്പർ ആയിട്ടുള്ള ന്യൂട്രീഷൻ, ജനിക്കാൻ പോകുന്ന ഇൻഫന്റ് പ്രോപ്പർ ഹെൽത്തി ആയിട്ട് വരാൻ വേണ്ടിയുള്ള ന്യൂട്രീഷൻ, ഇതെല്ലാം ഈ ഒരു പാർട്ടിൽ വരുന്നതാണ്. ആൻഡ് ദ നെക്സ്റ്റ് ആൻഡ് ദ വെരി ഇമ്പോർട്ടന്റ് തിങ് ഇസ് സ്റ്റാറ്റ്യൂട്ടറി ബാനിങ് ഓഫ് അമ്നിയോസിന്തസിസ് ഫോർ സെക്സ് ഡിറ്റർമിനേഷൻ. അപ്പൊ ആദ്യം തന്നെ എന്താണ് അമ്നിയോസിന്തസിസ്, എന്തിനു വേണ്ടിയാണ് അത് ബാൻ ചെയ്തത്? കാരണം ഇന്ത്യയിലെ വൺ ഓഫ് എ മോസ്റ്റ് ബാഡ് ആയിട്ടുള്ള ഒരു ടെൻഡൻസി ആയിരുന്നു ഫീമെയിൽ ഫീറ്റിസൈഡ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി പെൺകുട്ടിയാണെന്ന് ഗർഭപാത്രത്തിലെ അറിയുമ്പോൾ കുട്ടീനെ എന്ത് ചെയ്യുക, അബോർട്ട് ചെയ്ത് കളയുക, ഇൻഡ്യൂസ്ഡ് അബോർഷൻസ്. ഈ അബോർഷൻസിന് റീസൺ തന്നെ കുട്ടി പെൺകുട്ടിയാണെന്ന് തിരിച്ചറിയുന്നതാണ്. അപ്പൊ എങ്ങനെ തിരിച്ചറിയും?
വൺ ഓഫ് എ ടെസ്റ്റ് വിച്ച് ഇസ് ആക്ച്വലി വെരി ക്രിഡൻഷ്യൽ ടെസ്റ്റ്. കാരണം ക്രോമസോംസിനെ അനലൈസ് ചെയ്തുകൊണ്ട് ക്രോമസോമൽ ഡിഫക്റ്റുകൾ കുട്ടിക്ക് ഉണ്ടോ എന്ന് അനലൈസ് ചെയ്യുന്ന അമിനിയോസിന്തസിസ് എന്ന് പറയുന്ന ടെസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ആൾക്കാർ ക്രോമസോംസ് വെച്ചിട്ട് എന്ത് ചെയ്തു, മെയിൽ ഓർ ഫീമെയിൽ ചൈൽഡ് ആണോ എന്ന് ഡിറ്റർമിൻ ചെയ്യാൻ തുടങ്ങി. And it is done in laboratories, and after determining that it is a female child, എന്ത് ചെയ്യുന്നു, അതിനെ ഇല്ലീഗലി അബോർട്ട് ചെയ്യുക. ഇതുകൊണ്ടുള്ള കോംപ്ലിക്കേഷൻസ് അറിയാം. ഇല്ലീഗൽ അബോർഷൻസ് മോസ്റ്റ്ലി എന്ത് ചെയ്യും, മെറ്റേണൽ ഹെൽത്തിനെ ഇംപ്ലിമെന്റ് ചെയ്യും. ഓൾസോ ഫീമെയിൽ ഫീറ്റിസൈഡ് വഴി ഫീമെയിൽ ചിൽഡ്രൻസിന്റെ നമ്പറും റേറ്റും കുറയുകയും ചെയ്തു. അങ്ങനെ അമ്നിയോസിന്തസിസ് എന്ന് പറയുന്ന ടെക്നിക് വേർ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഫ്രം എ ഡെവലപ്പിംഗ് ഫീറ്റസ് എന്ത് ചെയ്യുന്നു, നമ്മൾ അനാലിസിസിന് ഉപയോഗിക്കുകയും അതുവഴി കുട്ടിയുടെ സെക്സ് ഡിറ്റർമിൻ ചെയ്യുക. പക്ഷെ ഇത് സെക്സ് ഡിറ്റർമിനേഷന് വേണ്ടി മാത്രമുള്ളതാണോ? അല്ല. ജനറ്റിക് ഡിസോർഡേഴ്സ് ലൈക്ക് ഡൗൺ സിൻഡ്രോം, ഹിമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ ഒക്കെ നമുക്ക് ഉറപ്പായിട്ടും ഇതുവഴി ടെസ്റ്റ് ചെയ്യാം. പക്ഷെ ഇതിനല്ലാതെ എന്തിനു വേണ്ടി ഉപയോഗിക്കുക, സെക്സ് ഡിറ്റർമിനേഷന് വേണ്ടി ഉപയോഗിക്കുകയും അതിനുശേഷം അബോർഷൻസ് നടത്തുകയും ചെയ്യുന്ന ആ ഒരു പ്രവണതയാണ് ശരിക്കും ബാൻ ചെയ്തിട്ടുള്ളത്. And then finally massive child immunization, which is also a part of this RCH program. അതുവഴി ജനിക്കുന്ന കുട്ടികൾക്ക് ഫ്രീ ഇമ്മ്യൂണൈസേഷൻ, സോ ദാറ്റ് they don't get any deliberately ഇല്ലായിട്ടുള്ള ഡിസീസസ് കിട്ടാതിരിക്കാനും this help. അങ്ങനെ ആയപ്പോൾ സാധാരണയായിട്ട് ഈ RCH പ്രോഗ്രാം വഴി ഒരുപാട് മേഖലകളെ നമുക്ക് നോക്കിയാൽ അറിയാം. ഒരു ജനിച്ച കുട്ടിയിലെ ചൈൽഡ് അബ്യൂസ് പ്രിവെന്റ് ചെയ്യുക, അഡോളസൻസിന്റെ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്, അൺനെസസറി അബോർഷൻസ് ഒക്കെ പ്രിവെന്റ് ചെയ്യുക, ഒരു മാരേജബിൾ കപ്പിളിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്രീനേറ്റൽ പോസ്റ്റ്നേറ്റൽ മദർ കെയറിനെ കുറിച്ചും ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും ഫീമെയിൽ ഫീറ്റിസൈഡ്സ് പ്രിവെന്റ് ചെയ്യാനുള്ള മെഷേഴ്സും ഒക്കെ RCH പ്രോഗ്രാം വഴി വന്നിട്ടുണ്ട്. ഓൾസോ ചൈൽഡ് ഇമ്മ്യൂണൈസേഷൻ വഴി ഇൻഫന്റ് ഹെൽത്ത് നമ്മൾ ഉറപ്പാക്കി. അപ്പൊ നോർമലി ഈ ഒരു പ്രോഗ്രാമിന്റെ മെയിൻ എയിം എന്ന് പറയുന്ന പോപ്പുലേഷൻ റിഡക്ഷൻ മാത്രമല്ല, ഓവറോൾ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന്റെ ഇംപ്രൂവ്മെന്റ് ആണ്. പക്ഷെ ഇതുകൊണ്ട് എന്ത് സംഭവിച്ചില്ല, പോപ്പുലേഷൻ ഗ്രോത്തിനെ നമുക്ക് ഡിക്ലൈൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. ആക്ച്വലി പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് പറയുന്നത് 2011 സെൻസസ് വെച്ച് <2% ആണ്. ദാറ്റ് ഈസ് 20% per 1000 persons per year ആണ്. ഗ്രോത്ത് റേറ്റ് അറ്റ് ദിസ് പോപ്പുലേഷൻ എന്ത് ചെയ്യും, പോപ്പുലേഷൻ ഈ ഗ്രോത്ത് റേറ്റ് കൂടി, ഈ <2% ഗ്രോത്ത് റേറ്റ് കൂടി പോപ്പുലേഷനെ ഹൈ ആക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇവിടെ എന്താ പ്രശ്നം പറ്റിയത്? ശരിക്കും പ്രശ്നമൊന്നും പറ്റിയിട്ടില്ല. RCH പ്രോഗ്രാം വഴി ഓവറോൾ ഹെൽത്ത് ഇംപ്രൂവ് ആവുകയാണ് ചെയ്തത്. ഡെത്ത് റേറ്റ് കുറഞ്ഞു, മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് കുറഞ്ഞു, കാരണം നല്ല ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ്, പ്രീനേറ്റൽ പോസ്റ്റ്നേറ്റൽ കെയർ കിട്ടുന്നു. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റും കുറഞ്ഞു, കാരണം പ്രീനേറ്റൽ പോസ്റ്റ്നേറ്റൽ കെയർ അമ്മയ്ക്ക് കിട്ടുന്നുണ്ട്, പ്രോപ്പർ ബ്രസ്റ്റ് ഫീഡിങ് കുട്ടിക്ക് കിട്ടുന്നുണ്ട്, മാസീവ് ചൈൽഡ് ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാംസ് ഉണ്ട്, ഇല്ലീഗൽ അബോർഷൻസ് പ്രിവെന്റ് ചെയ്തു. സോ ഓവറോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ all the death rate has gone decreased. Also, നമ്മുടെ ഇന്ത്യയിലെ number of peoples in reproducible age group is high. So of course reproducible age ഗ്രൂപ്പിലെ ആൾക്കാർ ഹൈ ആണെങ്കിൽ there will be, even if they have reduced the number of children for them, എന്തായാലും എന്ത് ചെയ്യും, there will be a small increase in the population growth. അങ്ങനെ ഇത് ഇത്രയും കാരണങ്ങൾ കൊണ്ട് തന്നെ പോപ്പുലേഷൻ റേറ്റ് ഈവൺ ആഫ്റ്റർ RCH പ്രോഗ്രാം എന്ത് ചെയ്യാണ്, സ്റ്റഡിലി ഇൻക്രീസ് ചെയ്യാണ്. സോ ദിസ് ഇസ് ദ ഹോൾ തിങ് ദാറ്റ് വി സ്റ്റഡി ഇൻ ദി ഇൻട്രൊഡക്ഷൻ പാർട്ട്. ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് മെയിൻ ആയി എന്തൊക്കെയായിരുന്നു ഇന്ത്യയുടെ മേജർ പ്രോഗ്രാംസ്, അത് കഴിയുമ്പോഴത്തേക്കും വാട്ട് ഈസ് ദി മേജർ ടാസ്ക് ഓഫ് ദിസ് RCH പ്രോഗ്രാം, എങ്ങനെയാണ് അത് അവർ ഇംപ്ലിമെന്റ് ചെയ്തത്. സോ ഇൻ ബിറ്റ്വീൻ നമ്മൾ എന്താണ് അമ്നിയോസിന്തസിസ്, എങ്ങനെയാണ് അത് സെക്സ് ഡിറ്റർമിനേഷനെ യൂസ് ചെയ്തത് ഇല്ലീഗലി, അതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. ആൻഡ് ഫൈനലി പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് കറന്റ്ലി എന്താണ്, വൈ ഇറ്റ് ഹാസ് നോട്ട് ഡിക്ലൈൻഡ്, സോ വാട്ട് ഈസ് ദ റീസൺ ഫോർ ദിസ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ. സോ ഈ പാർട്ടിൽ നിന്ന് സാധാരണയായിട്ട് നമുക്ക് ബോർഡ് എക്സാംസിന് വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഇലാബറേറ്റ് ആയി സെന്റൻസ് വൈസ് ആയിട്ട് എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് ഈസി ഫോർ യു ടു മെമ്മറൈസ് ദീസ് പാർട്സ് ആൻഡ് റൈറ്റ് ഇറ്റ്. അപ്പൊ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ പാറ്റേൺസ് ശ്രദ്ധിക്കാം. ആദ്യം തന്നെ ക്വസ്റ്റ്യൻ ഇതാണ്, സച്ച് ഇസ് ദ ആസ്പെക്ട് ഓഫ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് വിച്ച് നീഡ് ടു ബി ഗിവൺ സ്പെഷ്യൽ അറ്റൻഷൻ ഇൻ ദ പ്രസന്റ് സിനേറിയോ. പ്രസന്റ് സിനേറിയോയിൽ നമ്മൾ എന്താണ് റീപ്രൊഡക്റ്റീവ് ഹെൽത്തിൽ ശ്രദ്ധിക്കേണ്ട ആസ്പെക്റ്റുകൾ? അപ്പൊ നമ്മൾ 2 കാര്യങ്ങൾ പറഞ്ഞു. എന്തൊക്കെയായിരുന്നു? RCH പ്രോഗ്രാമിന്റെ മേജർ ടാസ്കുകളായ 2 കാര്യങ്ങൾ. ഒന്ന് അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക, രണ്ടാമത് സപ്പോർട്ടിംഗ് ഫെസിലിറ്റീസ് കൊണ്ടുവരിക. എന്തിനൊക്കെ അവയർനെസ് ക്രിയേറ്റ് ചെയ്യണമെന്ന് നിങ്ങൾക്കറിയാം. യൂത്തിന് ക്രിയേറ്റ് ചെയ്യണം, സോ ദാറ്റ് ദേ ഡോണ്ട് ഗെറ്റ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്. കോൺട്രാസെപ്റ്റീവ്സിന്റെ അവൈലബിലിറ്റിയെ കുറിച്ച് നമ്മൾ
മാരേജബിൾ ഏജ് ഗ്രൂപ്പിനെ എന്ത് ചെയ്യണം, അവെയർ ആക്കണം. പ്രഗ്നന്റ് മദേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യണം, പ്രീനേറ്റൽ പോസ്റ്റ്നേറ്റൽ കെയറിനെ കുറിച്ചും ഒക്കെ അവെയർ ആക്കുക. അപ്പൊ എല്ലാ ഏജ് ഗ്രൂപ്പിനെയും അവെയർനെസ് ക്രിയേറ്റ് ചെയ്യുക. ഫോർ വാട്ട് ഓൾ നീഡ്സ് എന്ന് നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു. രണ്ടാമത് പ്രൊവൈഡിങ് സപ്പോർട്ടിംഗ് ഫെസിലിറ്റീസ്. നമുക്കറിയാം സപ്പോർട്ടിംഗ് ഫെസിലിറ്റീസ് ആവശ്യമുള്ളത് കോൺട്രാസെപ്ഷന്, പ്രോപ്പർ ആയിട്ടുള്ള ലീഗൽ അബോർഷൻസിന് വേണ്ടി, STDs പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി, പ്രഗ്നൻസിയുടെ സമയത്ത്, ഓൾസോ ഇൻഫെർട്ടിലിറ്റിയുടെ സമയത്ത് നമുക്ക് എന്ത് ആവശ്യമുണ്ട്, സപ്പോർട്ട്സ് ആവശ്യമുണ്ട്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ, അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക, സപ്പോർട്ട്സ് പ്രൊവൈഡ് ചെയ്യുക, ഇത് രണ്ടുമാണ് പ്രസന്റ് സിനോറിയോയിൽ നമ്മൾ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, വിച്ച് ഇസ് ദ മേജർ ടാസ്ക് ഓഫ് RCH. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്യാം. വാട്ട് ഈസ് അമ്നിയോസിന്തസിസ്? എന്താണ് അമ്നിയോസിന്തസിസ്? ഒരു ഫീറ്റസിന്റെ അമ്നിയോട്ടിക് ഫ്ലൂയിഡിൽ നിന്നും സെൽസ് കളക്ട് ചെയ്ത് അതുവഴി ക്രോമസോംസിനെ അനലൈസ് ചെയ്ത് അതിന്റെ ഡിഫക്റ്റുകളെ റെക്കഗ്നൈസ് ചെയ്യുന്ന ടെസ്റ്റാണ് അമ്നിയോസിന്തസിസ്. പക്ഷേ ഹൗ ഇസ് ഇറ്റ് മിസ്യൂസ്ഡ്? കാരണം ഇവിടെ നമുക്കറിയാം അമ്നിയോട്ടിക് ഫ്ലൂയിഡിൽ നിന്ന് സെല്ലെടുത്ത് ക്രോമസോമിനെ പഠിക്കുമ്പോൾ വി കൻ ഓൾസോ ഡിറ്റർമിൻ ദ സെക്സ് ഓഫ് ദ ചൈൽഡ് ബൈ ദിസ് പെർട്ടിക്കുലർ ടെക്നിക്. അങ്ങനെ സെക്സ് ഡിറ്റർമിൻ ചെയ്യുന്നതല്ല പ്രശ്നം. സെക്സ് ഡിറ്റർമിൻ ചെയ്തുകൊണ്ട് ഫീമെയിൽ ഫീറ്റസ് ആണുള്ളതെങ്കിൽ അതിനെ എന്ത് ചെയ്യുന്നു, ഇല്ലീഗലി അബോർട്ട് ചെയ്യുക, ഫീമെയിൽ ഫീറ്റിസൈഡ് ചെയ്യുന്നത് കൊണ്ടാണ്. ദിസ് ഇസ് ഹൗ വി ഹാവ് മിസ്യൂസ്ഡ് ഇറ്റ് ആൻഡ് ദാറ്റ് ഈസ് വൈ a statutory ban for the process of amniocentesis for sex determination was done in India. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം വാട്ട് ഈസ് അമ്നിയോസിന്തസിസ്, ഹൗ ഈസ് ഇറ്റ് മിസ്യൂസ്ഡ്. അമ്നിയോസിന്തസിസ് ഇസ് എ പ്രീനേറ്റൽ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, അല്ലെ? പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ ഉള്ള ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ്. ഇറ്റ് ഈസ് നെയിം സോ ബിക്കോസ് ബേസ്ഡ് ഓൺ ദ ക്രോമസോമൽ പാറ്റേൺ ഓഫ് ദ സെൽസ് ഇൻ ദ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ദാറ്റ് സറൗണ്ടിങ് ദ ഡെവലപ്പിംഗ് ഫീറ്റസ് ഓഫ് ദ വൂം ആണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ടെസ്റ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് മിസ്യൂസ്ഡ് ടു ഡിറ്റക്ട് ദ സെക്സ് ഓഫ് ദി അൺബോൺ ചൈൽഡ് ആൻഡ് ഇഫ് ഇറ്റ് ഈസ് എ ഫീമെയിൽ ഫീറ്റിസൈഡ് ഈസ് എന്ത് ചെയ്യുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇത് ബാൻ ചെയ്യേണ്ടി വന്നത്. സോ ക്വസ്റ്റ്യൻസ് ലൈക്ക് ദിസ് ജനറൽ അവയർനെസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ഫസ്റ്റ് പാർട്ട് ഓഫ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് നമുക്ക് ചോദിക്കാം. ഇനി നമുക്ക് സെക്കൻഡ് പാർട്ടിലേക്ക് പോവാം, where we discuss about contraception. അപ്പൊ കോൺട്രാസെപ്ഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വൺ ഓഫ് എ മെഷർ സോ ആസ് ടു പ്രിവെന്റ് ദി അബ്നോർമൽ പോപ്പുലേഷൻ ഗ്രോത്ത്. എന്ത് ചെയ്യണം, നമുക്ക് പോപ്പുലേഷനെ റെസ്ട്രിക്ട് ചെയ്യണം. സോ ദാറ്റ് ദ മാരീഡ് കപ്പിൾ ഹാവ് ഹം ദോ ഹമാര ദോ, രണ്ടുപേർക്ക് 2 കുട്ടി, അല്ലെങ്കിൽ ഇൻ അർബൻ ഏരിയാസ് നൗ ഹം ദോ ഹമാര ഏക് എന്ന സ്ലോഗൻ ആണ് പോകുന്നത്, 2 പേർക്ക് 1 കുട്ടി. അങ്ങനെ കുട്ടികളുടെ എണ്ണം കുറയ്ക്കാൻ വേണ്ടി വി ഹാവ് ടു ഓഫ് കോഴ്സ് ഡിപ്പെൻഡ് ഓൺ ദി കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്. സോ ലെറ്റ്സ് ചെക്ക് വാട്ട് ആർ ദ ഡിഫറെന്റ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്. അപ്പൊ നമ്മൾ പാർട്ട് 2 ഓഫ് ദ ചാപ്റ്ററിലേക്ക് പോവുകയാണ്. ഇനിഷ്യലി നമ്മൾ പഠിച്ചത് ഫുള്ള് ഒരു ജനറൽ ഇൻട്രൊഡക്റ്റീവ് കാര്യങ്ങളായിരുന്നു. എന്താണ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, എന്താണ് RCH പ്രോഗ്രാം, അതിന്റെ എയിംസ് എന്തൊക്കെയായിരുന്നു, അതെന്തെല്ലാമാണ് അതുവഴി ചെയ്തിട്ടുണ്ടായിരുന്നത്, അങ്ങനെയുള്ള ജനറൽ ആയിട്ടുള്ള ഏരിയ ആണ്. ഇനി കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ പോവുകയാണ്. സോ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്. എന്താണ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ദീസ് ആർ ദ മെത്തേഡ്സ് യൂസ് ടു പ്രിവെന്റ് അൺവാണ്ടഡ് പ്രഗ്നൻസീസ്. അൺവാണ്ടഡ് പ്രഗ്നൻസീസിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡിഫറെന്റ് മെത്തേഡ്സിനെയാണ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് എന്ന് പറയും. So if you want to become pregnant, we don't use it, അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സിന്റെ ജനറൽ ആയി നമ്മൾ കാണേണ്ട കുറച്ച് ഫേവറബിൾ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? അതിലാണ് നമ്മൾ ഈ ഒരു ടോപ്പിക് തുടങ്ങുക തന്നെ, അല്ലെ? എന്തൊക്കെയായിരിക്കണം? അവർ ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആയിരിക്കണം, കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കണം, അത് മാത്രമല്ല സെക്ഷുവൽ ഒരു ഡ്രൈവിനെ ഇന്റർഫിയർ ചെയ്യുന്ന ഒരു കാര്യങ്ങളായിരിക്കരുത്. ആൻഡ് നെക്സ്റ്റ് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ട് ഈസ് ഈ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് മോസ്റ്റ്ലി റിവേഴ്സിബിൾ ആയിരിക്കണം. സോ ദാറ്റ് വെനെവർ യു വാണ്ട് ടു ബിക്കം പ്രഗ്നന്റ് യു ഷുഡ് ബി ഏബിൾ ടു. പക്ഷെ എങ്കിലും വി നോ ദാറ്റ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സിൽ വി ഹാവ് ഇറിവേഴ്സിബിൾ സർജിക്കൽ മെത്തേഡ്സ്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫറെന്റ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ആണ്. അപ്പൊ അതിനു വേണ്ടി നമുക്കിത് ഇതിനെ ഇങ്ങനെ ഒന്ന് ചെറുതായി ക്ലാസിഫൈ ചെയ്യാം ഫോർ ദ ഈസിനെസ് ഓഫ് സ്റ്റഡീസ്. അപ്പൊ നമുക്ക് നോക്കാം, ഇങ്ങനെ എഴുതിയാലോ നമുക്ക് നമ്മുടെ കോൺട്രാസെപ്റ്റീവ്സിനെ ബേസിക് ആയി നമ്മൾ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നു: റിവേഴ്സിബിളും ഇറിവേഴ്സിബിളും. Irreversible എന്ന് പറയുമ്പോൾ of course they are surgical methods. റിവേഴ്സിബിളിൽ തന്നെ പല ടൈപ്പ് ഓഫ് റിവേഴ്സിബിൾ മെത്തേഡ്സ് ഉണ്ട്. അതിൽ ആദ്യത്തേതാണ് നാച്ചുറൽ മെത്തേഡ്.
ഇവിടെ നമ്മൾ കോൺട്രസെപ്റ്റീവ് ആയിട്ട് ഒരു മെഷർ ഉപയോഗിക്കുന്നില്ല. വി ജസ്റ്റ് ഡിപ്പെൻഡ് ഓൺ ദി സൈക്ലിക് ഇവന്റ്സ് ഇൻ എ ഫീമെയിൽ ആൻഡ് ഓഫ് കോഴ്സ് ഓൺ ദി മെയിൽ. നാച്ചുറൽ മെത്തേഡ്സ് ആണ്. ഇവിടെ ഒരു മെറ്റീരിയൽസും യൂസ് ചെയ്യില്ല. പിന്നെയുള്ളതാണ് ബാരിയേഴ്സ്. കോണ്ടം, സെർവിക്കൽ വാൾസ്, ക്യാപ്സ് ഒക്കെ വരുന്നതാണ് അതില്. പിന്നെ വരുന്നതാണ് ഇംപ്ലാന്റ്സ്, പിന്നെ വരുന്നതാണ് ഇൻട്രായൂട്രൈൻ ഡിവൈസസ് ലൈക്ക് കോപ്പർ ടീ, അല്ലെങ്കിൽ ലിപ്പീസ് ലൂപ്പ് ആവാം, അല്ലെങ്കിൽ ഹോർമോണൽ ഇൻട്രായൂട്രൈൻ ഡിവൈസസ് ആവാം. സോ യു ഹാവ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇറ്റ്. പിന്നെ പിൽസ്, മോസ്റ്റ്ലി ഫീമെയിൽ പിൽസ്. ആൻഡ് ദെൻ you have implants and injections. ഇവിടെ നമ്മൾ മെൻഷൻ ചെയ്യാൻ മറക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് എമർജൻസി കോൺട്രാസെപ്റ്റീവ്സ്. ഇങ്ങനെ ഒരു ചെറിയ ടാബുലേഷൻ വെച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഈസി ആയിരിക്കും നമുക്കിത് ഓർത്തെടുക്കാൻ. സോ ബേസിക്കലി കോൺട്രാസെപ്റ്റീവ്സ് റിവേഴ്സിബിളും ഇറിവേഴ്സിബിൾ ആണ്. റിവേഴ്സിബിൾ എന്ന് പറഞ്ഞാൽ വൺസ് യു സ്റ്റോപ്പ് യൂസിങ് ഇറ്റ് യു ക്യാൻ അഗെയിൻ ഗെറ്റ് pregnant. Irreversible എന്ന് പറഞ്ഞാൽ once you do it surgeries ആണ്. Usually they are irreversible, so you are going to be permanently sterile. റിവേഴ്സിബിൾ മെത്തേഡ്സിൽ തന്നെ നമുക്ക് നാച്ചുറൽ ഉണ്ട്, ബാരിയൽ ഉണ്ട്, ഇൻട്രായൂട്രൈൻ ഉണ്ട്, പിൽസ് ഉണ്ട്, ഇംപ്ലാന്റ്സ് ഉണ്ട്, ഇൻജെക്ഷൻസ് ഉണ്ട്, എമർജൻസി പിൽസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഓരോ മെത്തേഡ്സും ചെക്ക് ചെയ്യാം. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ നാച്ചുറൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്. നാച്ചുറൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്പെർമും ഓവവും മീറ്റ് ചെയ്യുന്നതിനെ പ്രിവെന്റ് ചെയ്യുക, ടു prevent the meeting of sperm and ovum. And സാധാരണയായിട്ട് നമുക്ക് ബോർഡ് എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് which are the different natural contraceptive methods, explain each of it. അല്ലെ? അപ്പൊ ആദ്യം പീരിയോഡിക് അബ്സ്റ്റിനൻസ്. പീരിയോഡിക് അബ്സ്റ്റിനൻസ് എന്ന് പറയുമ്പോൾ ഫീമെയിലിന്റെ ഫെർട്ടൈൽ പീരീഡ്, അപ്പൊ നമുക്കറിയാം ഒരു സൈക്ലിക് ഇവന്റ് ആണ് മെൻസ്ട്രൽ സൈക്കിൾ, 0 to 28 ഡേ. അതിൽ 14th ഡേയിലാണ് ഓവുലേഷൻ നടക്കുക. സോ ഓൾമോസ്റ്റ് അതിന് അറൌണ്ട് ആയി 10 to 17th ഡേ ഓഫ് മെൻസ്ട്രൽ സൈക്കിളില് ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്ത് 10 to 17 ഡേയിലായിരിക്കും എന്ത് ചെയ്യുക, ഓൾമോസ്റ്റ് ആ സമയത്ത് ഓവുലേഷൻ നടക്കാം. ഈ ഓവുലേഷൻ നടക്കുന്ന ഫെർട്ടൈൽ പീരീഡില് വി ഹാവ് ടു അബ്സ്റ്റെയിൻ ഫ്രം സെക്ഷൽ ഇന്റർകോഴ്സ്. ആ സമയത്ത് സെക്സ് ചെയ്യാൻ പാടില്ല, സോ ദാറ്റ് ദർ ഇസ് നോ മീറ്റിംഗ് ഓഫ് ഓവം ആൻഡ് എഗ്. ഇനി അടുത്തതാണ് കോയിറ്റസ് ഇന്ററപ്റ്റസ്. കോയിറ്റസ് ഇന്ററപ്റ്റസ് എന്ന് പറയുമ്പോൾ ഡ്യൂറിങ് കോയിറ്റസ് എന്ന് പറഞ്ഞാൽ സെക്ഷൽ ഇന്റർകോഴ്സിന്റെ സമയത്ത് just before insemination, at the end ആയിരിക്കും എന്ത് ചെയ്യുക, ഇൻസെമിനേഷൻ നടക്കുക, where the male is going to eject its semen into the vagina of female. ഇതിന് തൊട്ട് മുമ്പായി withdrawal of the penis from the vagina of female. ഇതിനെയാണ് കോയിറ്റസ് ഇന്ററപ്റ്റസ് അല്ലെങ്കിൽ withdrawal എന്ന് പറയുന്നത്, which again is a natural method. So that semen is not going to enter into the female vaginal tract, so there is no fertilization. And the last is lactational amenorrhea. Lactation എന്ന് പറഞ്ഞാൽ മിൽക്ക് കൊടുക്കുന്ന സമയം. Amenorrhea എന്ന് പറഞ്ഞാൽ absence of menstrual cycle. Yes, during the intense lactating period എന്ന് പറയുമ്പോൾ ഒരു കുട്ടിക്ക് ജന്മം നൽകി അമ്മ 6th month വരെയുള്ള സമയത്ത് there will be intense lactation. ആ സമയത്ത് ഒരുപാട് പ്രൊലാക്റ്റിൻ എന്ത് ചെയ്യും, അമ്മയുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യും. ഈ പ്രൊലാക്റ്റിൻ ഓവുലേഷനെ സപ്രസ് ചെയ്യും. So basically during this particular period of breastfeeding, mother won't be ovulating, so there won't be any menstrual cycle, and this time is a safe period for sexual intercourse. But all these natural methods, whatever so, ഇവിടെ ഒരു സൈഡ് എഫക്റ്റും ഇല്ല എങ്കിലും the failure chance is very high. Periodic abstinence fail ആവാനുള്ള റീസൺ എന്താണ്? ബിക്കോസ് menstrual cycle can vary in females, അല്ലെ? 28 day cycle ചില ഫീമെയിൽസിന് വേരി ചെയ്യും because of many reasons like stress, malnutrition, etc. കോയിറ്റസ് ഇന്ററപ്റ്റസ് ഫെയിൽ ചെയ്യാൻ സാധ്യതയുണ്ട് because again it is a manual process. And the third is lactational amenorrhea. ഇത് ഫെയിൽ ചെയ്യാൻ കാരണം every female won't be having the same level of prolactin in their body during the first 6 months. അപ്പോൾ ആദ്യം നാച്ചുറൽ മെത്തേഡ് പറഞ്ഞു. Now we go to the next, which is barrier method. Barriers എന്താ ചെയ്യുക? ഫിസിക്കൽ മീറ്റിംഗ് ഓഫ് sperm and ovum പ്രിവെന്റ് ചെയ്യും. അതിൽ നമുക്ക് ഡിഫറെന്റ് ബാരിയേഴ്സ് ഉണ്ട്. Condoms ഉണ്ട് for male and female. Male condom is put onto the penis and female condom is placed onto the vagina. Condomsന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് there is no meeting of the sex organs. അതുകൊണ്ട് തന്നെ basically this will prevent STDs also. Apart from of course physical meeting of ovum and semen prevent ചെയ്യുന്നത് പോലെ തന്നെ sexually transmitted diseases ഇതിന് prevent ചെയ്യാൻ പറ്റും. They are one time usable and they are easily disposable.
One of an example of a condom is Nirodh, which is a male condom. അടുത്തതാണ് diaphragm, cervical caps and walls. These are placed onto the female reproductive tract. നമ്മൾ പറഞ്ഞ പോലെ തന്നെ cervical cap, പേര് പറയുന്ന പോലെ തന്നെ cervixനെ എന്ത് ചെയ്യുന്നു, cap ചെയ്യുന്നു. Walls and diaphragms are also having the same purpose, basically inserted deep into the vagina so that the cervix is capped. Appo endu illa, semen never enters into the female reproductive tract. They are reusable, but mostly they are used along with spermicidal creams. കാരണം നമുക്കറിയാം സെമൻ എന്ത് ചെയ്യുന്നുണ്ട്, ഡീപ്പ് ഇൻ ടു ദ വജൈന എന്തായാലും മെയിൽ ഇജാക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. സോ വൺസ് ദ സെർവിക്കൽ ക്യാപ്പ് ഇസ് റിമൂവ്, സംടൈംസ് ദി സെമൻ നമുക്ക് 2 ദിവസം വരെ അതെന്തുണ്ട്, അതിന് ലൈഫ് ഉണ്ട് അല്ലെ, അതിന് വൈറ്റാലിറ്റി ഉണ്ട്. സോ ദേ ക്യാൻ റീ എൻറ്റർ ഇൻ ടു ദ സെർവിക്സ്. സോ അതിന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി വി വിൽ യൂസ് spermicidal creams with these caps and diaphragms, so that this semen which is deposited adilulla sperm killed out. Okay, then so that is where you use spermicidal creams, jellies forms along with the barrier endu cheyum, nammal idu use cheyum to increase the efficiency of the barrier. So that is about the barrier method. Now we go to intrauterine devices. പേര് പറയുന്നത് പോലെ തന്നെ they are kept inside the uterus. യൂട്രസിനകത്ത് വെക്കുന്നു. They are of 3 types. They work in a different mechanism. ആദ്യത്തേതാണ് നോൺ മെഡിക്കേറ്റഡ് IUDs, ലൈക്ക് ലിപ്പീസ് ലൂപ്പ് പോലുള്ള പോളിയെത്തിലീൻ മെറ്റീരിയൽ വെച്ചിട്ടുണ്ടാക്കുന്ന സബ്സ്റ്റൻസസിനെ നമ്മൾ യൂട്രസിൽ വെക്കുമ്പോൾ അതൊരു സ്ലൈറ്റ് ഇൻഫ്ലമേഷൻ എന്ത് ചെയ്യും, യൂട്രസിൽ ഉണ്ടാക്കും, വിച്ച് ക്യാൻ ഇൻക്രീസ് ദ ഫാഗോസൈറ്റോസിസ് ഓഫ് സെമൻ. അപ്പൊ സെമനിലുള്ള സ്പേം എൻട്രി ചെയ്യുമ്പോൾ യൂട്രസിലുള്ള നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ ന്യൂട്രോഫിൽസും മാക്രോഫേജസിന്റെയും ഫാഗോസൈറ്റിക് ആക്ടിവിറ്റി അവിടെ ഇൻക്രീസ് ചെയ്യുകയും അവരെന്ത് ചെയ്യും, ഈ സ്പേമിനെ കഴിക്കുകയും ചെയ്യും. സോ ദേ ആർ കിൽഡ്. Now is copper releasing IUDs. Copper T, copper 7, multi-load 375 ഒക്കെ എക്സാമ്പിൾ ആണ്. ഇവരൊക്കെ എന്ത് ചെയ്യും, കോപ്പർ അയോൺസിനെ റിലീസ് ചെയ്യും once kept. And what is the significance? Copper will reduce the motility of the sperm. സ്പേമിന്റെ മോട്ടിലിറ്റി നമുക്കറിയാം, അത് മൂവ് ചെയ്താലേ അത് ഓവിഡക്റ്റ് വരെ എത്തുള്ളൂ. അതിന്റെ മോട്ടിലിറ്റിയെ പ്രിവെന്റ് ചെയ്യുകയും അങ്ങനെ ഫെർട്ടിലൈസിങ് കപ്പാസിറ്റി കുറയ്ക്കുകയും ചെയ്യും. Then you have hormone releasing IUDs. അതിന് എക്സാമ്പിൾ ആണ് പ്രൊജസ്റ്റാസേർട്ട് ആൻഡ് LNG-20. ഇവരൊക്കെ റിലീസ് ചെയ്യുന്നത് മോസ്റ്റ്ലി പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോൺ ഇൻ ഹൈ ഡോസസ് ആൻഡ് പ്രൊജസ്ട്രോൺ ഈസ്ട്രോജൻ ഇൻ കോമ്പിനേഷൻ ആയിരിക്കും. സാധാരണ ഈ ഒരു ഹോർമോണിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, പ്രൊജസ്ട്രോൺ വിൽ മേക്ക് ദ യൂട്രസ് അൺസ്യൂട്ടബിൾ ഫോർ ഇംപ്ലാന്റേഷന് പറ്റില്ല. വൺസ് ഫെർട്ടിലൈസേഷൻ ഇവിടെ നടക്കും, പക്ഷെ ആ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള ബ്ലാസ്റ്റോസിസ്റ്റിന് ഇംപ്ലാന്റ് ചെയ്യാനായിട്ട് യൂട്രസിന് പറ്റില്ല, ബിക്കോസ് പ്രൊജസ്ട്രോൺ വിൽ മേക്ക് ഇറ്റ് അൺസ്യൂട്ടബിൾ ഫോർ ഇംപ്ലാന്റേഷൻ. ഓൾസോ നമുക്കറിയാം സെർവിക്സ് വഴിയാണ് എന്ത് ചെയ്യുക, സെമൻ എന്ത് ചെയ്യുക, നമ്മുടെ യൂട്രസിലേക്ക് എൻറ്റർ ചെയ്യുക. ഈ സെർവിക്സിന്റെ അവിടെ ഒരു തിക്ക് മ്യൂക്കസിന്റെ ഒരു എന്ത് ചെയ്യും, തിക്നെസ് ഓഫ് ദ മ്യൂക്കസിനെ ഓൾട്ടർ ചെയ്യുകയും അതുവഴി സെമന്റെ എൻട്രീനെ എന്ത് ചെയ്യുകയും പ്രിവെന്റ് ചെയ്യുകയും ചെയ്യും. മേക്സ് ദ സെർവിക്സ് ഹോസ്റ്റൈൽ ഫോർ ദ സ്പെർം എൻട്രി. സോ ഹൗ ഡു ഓൾ ദീസ് IUDs വർക്ക് ഇസ് ഡിഫറെന്റ്. നോൺ മെഡിക്കേറ്റഡ് എടുത്തു കഴിഞ്ഞാൽ ഫാഗോസൈറ്റോസിസ് ആണ്. കോപ്പർ റിലീസിംഗ് ആണെങ്കിൽ സ്പേമിന്റെ മോട്ടിലിറ്റിനെ സപ്രസ് ചെയ്യുകയും ഫെർട്ടിലൈസിംഗ് കപ്പാസിറ്റിനെ ഡിസ്ട്രോയ് ചെയ്യുകയും ചെയ്യും. ഹോർമോൺ റിലീസിംഗ് IUDs ആണെങ്കിൽ യൂട്രസിനെ അൺസ്യൂട്ടബിൾ ഫോർ ഇംപ്ലാന്റേഷൻ ആക്കും, സെർവിക്കൽ മ്യൂക്കസിനെ തിക്കാക്കുകയും അതിനെ ഹോസ്റ്റൈൽ ആക്കുകയും ചെയ്യും, സോ ദാറ്റ് ദ സ്പേം കനോട്ട് എൻറ്റർ ഇൻടു ഇറ്റ്. Now you have oral contraceptives. സാധാരണയായി ഫീമെയിൽ ഓറൽ കോൺട്രസെപ്റ്റീവ്സ് ആണ് യൂസ് ചെയ്യുക, വിച്ച് ഈസ് എ കോമ്പിനേഷൻ ഓഫ് പ്രൊജസ്ട്രോൺ ഈസ്ട്രോജൻ അല്ലെങ്കിൽ ഹൈ ഡോസ് ഓഫ് പ്രൊജസ്ട്രോൺ ആയിരിക്കാം. സോ ഇറ്റ് ക്യാൻ ബി എയ്തർ പ്രൊജസ്ട്രോൺ എലോൺ ആവാം അല്ലെങ്കിൽ പ്രൊജസ്ട്രോൺ ഈസ്ട്രോജൻ കോമ്പിനേഷൻ പിൽസ് ആയിരിക്കാം. ഇത് സാധാരണയായിട്ട് പല പാറ്റേൺസിൽ യൂസ് ചെയ്യാറുണ്ട്. നോർമൽ റെഗുലർ പാറ്റേൺ എന്ന് പറയുന്നത് നമുക്കറിയാം, വി ഹാവ് 28 days ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ. അതിൽ ഫസ്റ്റ് 5 days ബ്ലീഡിംഗ് ആയിരിക്കും. ബ്ലീഡിംഗ് 1 എഫക്റ്റീവ്ലി സ്റ്റോപ്പ് ചെയ്യുമ്പോഴത്തേക്കും ആഫ്റ്റർ 7 days ഓഫ് ഗ്യാപ്പ്, മോസ്റ്റ്ലി നമ്മൾ കൊടുക്കുക 7 days ഓഫ് ഗ്യാപ്പ് ആണ് മെൻസ്ട്രേറ്റിംഗ് പീരീഡ്. അത് കഴിഞ്ഞിട്ട് 21 days കണ്ടിന്യൂസ് ആയിട്ട് അത് കഴിക്കുക, വിച്ച് വിൽ ബി എൻ എഫക്റ്റീവ് കോൺട്രസെപ്റ്റീവ് മെത്തേഡ്. ഇത് എന്താണ് വർക്ക് ചെയ്യുക, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബിക്കോസ് ഇറ്റ് ഈസ് ഹാവിംഗ് പ്രൊജസ്ട്രോൺ ആൻഡ് ഈസ്ട്രോജൻ, സെർവിക്സിനെ ഹോസ്റ്റൈൽ ആക്കും ഫോർ ദ സ്പെർം എൻട്രി. ഇറ്റ് മേക്സ് ദ യൂട്രസ് അൺസ്യൂട്ടബിൾ ഫോർ ഇംപ്ലാന്റേഷൻ. അതിനോടൊപ്പം തന്നെ ഇറ്റ് ക്യാൻ
ഇൻഹിബിറ്റ് ഓവുലേഷൻ. ഹൈ ഡോസ് ഓഫ് ഹോർമോൺസ് ബ്ലഡ് സ്ട്രീമിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ ദിസ് ക്യാൻ എന്ത് ചെയ്യാം, ഇറ്റ് ക്യാൻ കോസ് നിങ്ങൾക്കറിയാം അവർ ഹോർമോൺ റിലീസ് ഈസ് ഓൾ ബൈ നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം. ഹൈ ലെവൽ ഓഫ് ഈസ്ട്രോജൻ ആൻഡ് പ്രൊജസ്ട്രോൺ ഇൻ ദ ബ്ലഡ് എന്ത് ചെയ്യും, GnRH റിലീസിനെ ഹൈപ്പോതലാമസിൽ നിന്ന് ഇൻഹിബിറ്റ് ചെയ്യുകയും അതുവഴി നമ്മളുടെ ഓവുലേഷനെ പ്രിവെന്റ് ചെയ്യുകയും ചെയ്യും. സോ 3 മെത്തേഡ്സ് ആണ് ഓറൽ കോൺട്രസെപ്റ്റീവ്സ്. ആദ്യം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആസ് ലൈക്ക് എ ഹോർമോൺ സെർവിക്കൽ മ്യൂക്കസിനെ ഹോസ്റ്റൈൽ ആക്കുന്നു, സെർവിക്സിനെ ഹോസ്റ്റൈൽ ആക്കുന്നു. രണ്ടാമത് യൂട്രസിനെ അൺസ്യൂട്ടബിൾ ഫോർ ഇംപ്ലാന്റേഷൻ ആക്കുന്നു. ആൻഡ് ദ തേർഡ് ആൻഡ് ദ മോസ്റ്റ് എഫക്റ്റീവ് തിങ് ഇസ് യെസ് ദേ വിൽ ഇൻഹിബിറ്റ് ഓവുലേഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. സോ ദേ ആർ ഹാവിംഗ് less side effects, but they are having some side effects, but they are very effective. എന്നാൽ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്ത നമുക്ക് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സഹേലി. ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്ത നോൺ സ്റ്റിറോയിഡൽ പ്രിപ്പറേഷൻസ്, നോൺ ഹോർമോണൽ പ്രിപ്പറേഷൻസ് ആണ് സഹേലി എന്ന് പറയുന്ന ന്യൂ ഓറൽ കോൺട്രസെപ്റ്റീവ്സ്. വൺസ് ഇൻ എ വീക്ക് പില്ലാണ്. അത് വൺസ് ഇൻ എ വീക്ക് കഴിച്ചാൽ മതി. ഹൈ കോൺട്രസെപ്റ്റീവ് വാല്യൂ ആണ്, ലെസ് സൈഡ് എഫക്റ്റ് ആണ്. ഇത് ഉണ്ടാക്കിയത് എവിടെയാണ്? CDRI ഇന്ത്യ. ആൻഡ് അവർക്ക് ഹോർമോൺ റിലീസ് ചെയ്യോ? ഇല്ല, അവർ ഹോർമോൺ റിലീസ് ചെയ്യില്ല. ആക്ച്വലി ഇവർ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാല് നമ്മുടെ യൂട്രസിലുള്ള ഈസ്ട്രോജൻ റിസപ്റ്റേഴ്സിനെ ബ്ലോക്ക് ചെയ്യുകയും അതുവഴി ഈസ്ട്രോജൻ നമ്മുടെ യൂട്രസിൽ അറ്റാച്ച് ചെയ്തില്ലെങ്കിൽ നമ്മുടെ യൂട്രസ് എന്ത് ചെയ്യില്ല, പ്രോളിഫറേറ്റ് ചെയ്യില്ല, അല്ലെ എൻഡോമെട്രിയം പ്രോളിഫറേറ്റ് ചെയ്യില്ല. അപ്പൊ പ്രോളിഫറേഷനെ സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യാണ് ഇവർ ചെയ്യുക. ബട്ട് ബേസിക്കലി ദേ ആർ നോൺ ഹോർമോണൽ, നോൺ സ്റ്റിറോയിഡൽ contraceptive pills and they are having the least side effect. ഈ പിൽസിൽ തന്നെ ഏറ്റവും ലീസ്റ്റ് സൈഡ് എഫക്റ്റ് ഉള്ളത് സഹേലിയാണ്. സോ നൗ വി ഗോ ടു ഇൻജെക്ഷൻസ് ആൻഡ് ഇംപ്ലാന്റ്സ്. ഈ പിൽസിന്റെ അതേ കോമ്പോസിഷൻ തന്നെയാണ് ഇൻജെക്ഷൻസിനും ഇംപ്ലാന്റ്സിനും ഉള്ളത്. പക്ഷെ അവർ ഹൈ ഡോസിലായിരിക്കും. അവർ നമ്മുടെ ബ്ലഡ് സ്ട്രീമിലേക്ക് പെനിട്രേറ്റ് ചെയ്യുന്നത് സ്ലോ റേറ്റിലായിരിക്കും. സോ ബേസിക്കലി ദേ ആർ പ്രൊജസ്ട്രോൺ ഈസ്ട്രോജൻ കോമ്പിനേഷൻ. സെയിം മോഡ് ഓഫ് ആക്ഷൻ ആയിരിക്കും നമ്മുടെ പിൽസിന്റെ തന്നെ. ബട്ട് they are kept as implants under the skin. ഒന്നി സ്കിന്നിന് അണ്ടർ ആയിട്ട് ഇംപ്ലാന്റ്സ് ആയിട്ട് വെച്ചിട്ട് അവർ പതുക്കെ സ്മോൾ എമൗണ്ടിൽ ബ്ലഡിലേക്ക് ലോങ് ഡ്യൂറേഷനിലേക്ക് ലീച്ച് ചെയ്യും. ലൈക്ക് ദേ ആർ എഫക്റ്റീവ് അപ് ടു 3 to 5 years. അത്രയും നാളും പതുക്കെ സ്ലോ ഡോസേജ് ആയിട്ട് ബ്ലഡിലേക്ക് ലീച്ച് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ ഇഞ്ചെക്ഷൻസും ബ്ലഡ് സ്ട്രീമിലേക്കല്ല, സ്കിന്നിന് താഴെയായിട്ട് നമ്മളൊരു ഇഞ്ചെക്ഷൻ കൊടുക്കുന്നു. ഇത് സ്ലോലി ബ്ലഡിലേക്ക് എന്ത് ചെയ്യും, ലീച്ച് ചെയ്ത് ഒരു 3 years വരെ അതെന്ത് ചെയ്യും, അവർ ആ ഒരു ബ്ലഡ് സ്ട്രീമിൽ എപ്പോഴും പ്രൊജസ്ട്രോൺ ഈസ്ട്രോജൻ അളവ് ഇങ്ങനെ ഹൈ ആയി കീപ്പ് ചെയ്യും. സോ ദേ ആർ ഹാവിംഗ് ദ സെയിം എഫക്റ്റ് ഓഫ് പിൽസ് ബട്ട് ദേ ആർ ഗിവൺ ഇൻ എ ഡിഫറെന്റ് മോഡ്. ഇനി നമ്മൾ പറഞ്ഞ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എമർജൻസി കോൺട്രസെപ്റ്റ്. എന്താണ് എമർജൻസി കോൺട്രസെപ്റ്റ്? സോ വി ആക്ച്വലി ഫോർഗോട്ട് അബൌട്ട് എ കോൺട്രസെപ്റ്റീവ് ബിഫോർ ഇന്റർകോഴ്സ്. അപ്പൊ ഇന്റർകോഴ്സ് കഴിഞ്ഞു, ഇനി എന്ത് പാടില്ല? അപ്പൊ ഫെർട്ടിലൈസേഷൻ നടന്നു, പക്ഷെ ഇംപ്ലാന്റേഷൻ പാടില്ല. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതാണ് എമർജൻസി കോൺട്രസെപ്റ്റീവ് പിൽസ്. ഇവരെന്ത് ചെയ്യും? നമുക്കറിയാം നമ്മളുടെ ഫെർട്ടിലൈസേഷൻ നടന്ന് ഓൾമോസ്റ്റ് അറൌണ്ട് 72 hours ആഫ്റ്റർ കോയിറ്റസ് ആണ് നമുക്ക് ഇംപ്ലാന്റേഷൻ നടക്കുക. അപ്പോൾ ഈ 72 hours തന്നെ ശരിക്കും ഒരു 2 to 3 days തന്നെ നമ്മൾ എന്ത് ചെയ്യണം? വിത്തിൻ ദാറ്റ് പീരീഡ് വി ഹാവ് ടു ടേക്ക് ദീസ് പിൽസ്. അപ്പൊ നമുക്കറിയാം പിൽസിന്റെ ഒരു എഫക്റ്റ് ആണ് ഇംപ്ലാന്റേഷൻ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളത്. മേക്സ് ദ യൂട്രസ് അൺസ്യൂട്ടബിൾ ഫോർ ഇംപ്ലാന്റേഷൻ. അങ്ങനെ ഇത് പിൽസ് ആയിട്ടോ അല്ലെങ്കിൽ ഈവൻ യു ക്യാൻ യൂസ് ആസ് IUDs ആയിട്ടോ കോയിറ്റസ് നടന്ന് വിത്തിൻ 72 hours അത് കീപ്പ് ചെയ്യുകയാണെങ്കിൽ ദേ വിൽ പ്രിവെന്റ് ഇംപ്ലാന്റേഷൻ ആൻഡ് ദെയർബൈ ദ സബ്സിക്വന്റ് പ്രഗ്നൻസി. അപ്പോൾ ഇതാണ് എമർജൻസി കോൺട്രസെപ്റ്റീവ്സ്. അപ്പൊ ഡിഫറെന്റ് റിവേഴ്സിബിൾ കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സ് നമ്മൾ നോക്കി. നാച്ചുറൽ മെത്തേഡ് ഓരോന്നും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. ലാക്ടേഷണൽ അമ്നോറിയ, പീരിയോഡിക് അബ്സ്റ്റിനൻസ് ആൻഡ് യു ഹാവ് കോയിറ്റസ് ഇന്ററപ്റ്റസ്. പിന്നെ ബാരിയർ മെത്തേഡ്സ് ആണ്. യു ഹാവ് കോണ്ടംസ്, then diaphragm, scabs, cervical walls along with spermicidal creams. പിന്നെ ഉള്ളത് IUDs ആണ്, intrauterine devices. You have non-medicated, you have hormone releasing, you have copper releasing IUDs. പിന്നെ നമ്മൾ പറഞ്ഞത് പിൽസ് ആണ്. യു ഹാവ് ഓറൽ സ്റ്റിറോയിഡൽ പിൽസ് ഉണ്ട്, നോൺ സ്റ്റിറോയിഡൽ പിൽ ലൈക്ക് സഹേലി ഉണ്ട്. അതുപോലെ യു ഹാവ് ഇഞ്ചെക്ഷൻസ്, implants and finally emergency contraceptive pills. അപ്പോൾ ഡിഫറെന്റ് റിവേഴ്സിബിൾ മെത്തേഡ്സ് ചോദിച്ചാൽ നമ്മൾ ഇതെല്ലാമാണ് എന്ത് ചെയ്യാനുള്ളത്, നോട്ട് ചെയ്യാനുള്ളത്. ഇവിടെ നോർമലി നമുക്ക് ബോർഡിന് ഒരു 4 mark ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളത്. ഫോർ എക്സാമ്പിൾ IUDs, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് IUDs, എക്സാമ്പിൾസ് ആൻഡ്
how do they function? അല്ലെങ്കിൽ the different types of pills, how do the pills function? Examples. അല്ലെങ്കിൽ what is an emergency contraceptive pill, when is it used, and what are the different types of it? ഇങ്ങനെയാണ് നമുക്ക് സാധാരണ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ലൈക് 2 മാർക്ക് ക്വസ്റ്റ്യൻസ്, 4 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാനായിട്ട് പറ്റുന്ന ഒരു ബിഗ് ഏരിയ ആണ് നമ്മൾ കവർ ചെയ്യുന്നത്. Now we go to the the surgical methods, which is irreversible contraceptive method. അതുകൊണ്ട് തന്നെ ഈ മെത്തേഡിനെ നമ്മൾ സ്റ്റെറിലൈസേഷൻ മെത്തേഡ് എന്നാണ് പറയുക. So once this is done, usually they are surgeries, it is mostly irreversible. അപ്പൊ ആദ്യം മെയിൽസിൽ ചെയ്യുന്നതാണ് വാസെക്ടമി. നമുക്കറിയാം മെയിൽസിൽ വാസ് ഡിഫറൻസ് ആണ് ടെസ്റ്റിൽസിൽ നിന്നും എന്ത് ചെയ്യുക. ദിസ് വാസ് ഡിഫറൻസ് ഇസ് ദ ഡക്ട് ദാറ്റ് കാരീസ് ദ സെമൻ ടു ദി പെനിസ് അല്ലെ. അപ്പൊ ഇതിനിടയ്ക്ക് ഒരു ബ്ലോക്ക് ഉണ്ടാക്കി ടൈ ചെയ്ത് വെക്കാം, so that the sperm is not going to reach into the penis. അപ്പോൾ ഫസ്റ്റ് ഒരു ചോദ്യം ഇതാണ്, do the male after insemination release semen? സെമൻ ഉണ്ടാവുമോ? യെസ്, സെമൻ ഉണ്ടാവും. കാരണം നമുക്കറിയാം സെമിനൽ വെസിക്കിൾ ആവട്ടെ, ബൾബോ യൂറിത്രൽ ഗ്ലാൻഡ് ആവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ നമ്മുടെ ബൾബോ യൂറിത്രൽ ഗ്ലാൻഡ് അല്ലെങ്കിൽ കോപ്പേഴ്സ് ഗ്ലാൻഡ് ആവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ് ആവട്ടെ, നിങ്ങൾക്കറിയാം സെമിനൽ വെസിക്കിൾ ഇവിടെയാണ്, പ്രോസ്ട്രേറ്റ് ഇവിടെയാണ്, ബൾബോ യൂറിത്രൽ ഇവിടെയാണ്. ഈ ഗ്ലാൻഡുകളെല്ലാം ഈ ഡക്റ്റ് ടൈ ചെയ്തതിന് ശേഷമാണ്. സോ യൂഷ്വലി ദിസ് ക്യാൻ ബി റിലീസ് ത്രൂ ദ പെനിസ്. പക്ഷേ ദർ വിൽ ബി സെമൻ വിത്തൗട്ട് സ്പേം, കാരണം സ്പേം റിലീസ് ചെയ്യുന്ന ക്യാരി ചെയ്യുന്ന ഡക്റ്റിനെയാണ് നമ്മൾ കട്ട് ചെയ്ത് ടൈ ചെയ്തത്. നൗ ഇൻ ഫീമെയിൽസ് വി വിൽ ഡു ഇറ്റ് ഇൻ ദി ട്യൂബ് അല്ലെ. നമ്മൾ ചെയ്യുന്നത് ഫെലോപ്പിയൻ ട്യൂബിലാണ്. നമുക്കറിയാം ഫെലോപ്പിയൻ ട്യൂബിലെ ആംപുലാർ റീജിയനിലാണ് എന്ത് നടക്കുക, the normal fertilization നടക്കുക. So semen has to release into the ampulla isthmus region so as to do fertilization. അവിടെയായിട്ട് നമ്മൾ എന്ത് ചെയ്യും, കട്ട് ചെയ്ത് ടൈ ചെയ്തു. സോ എന്ത് ചെയ്യില്ല, ഓവവും സ്പേമും ഒരിക്കലും മീറ്റ് ചെയ്യില്ല. ഇവിടെയും another question is asked, is these females able to menstruate? Menstruation നടക്കും, കാരണം menstruation is a hormonal process and it happens in the endometrium. അപ്പൊ ഹോർമോൺസ് എല്ലാം നോർമൽ ആണ്, കാരണം ഇവിടെ ഓവറിക്ക് ഒരു പ്രശ്നവും ഇല്ല. ഓവറി വിൽ റിലീസ് ഹോർമോൺ, ഓവറി വിൽ റിലീസ് ഓവം. എന്ത് ചെയ്യും, പതുക്കെ അതൊരു സിംഗിൾ സെല്ലാണ്, ഡിസിന്റഗ്രേറ്റ് ചെയ്ത് പോകും. ആൻഡ് മെൻസ്ട്രുവൽ സൈക്കിൾ വിൽ ബി ഹാപ്പനിങ് ഇൻ ദ ഫീമെയിൽ. പക്ഷെ അവിടെ വൺസ് ദ സെമൻ ഗെറ്റ്സ് ഇൻ ടു ദ ഫീമെയിൽ ട്രാക്ട്, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഓവുമായിട്ട് മീറ്റ് ചെയ്യാൻ മാത്രം പറ്റില്ല. സോ മോസ്റ്റ്ലി ദീസ് ഹാവ് വെരി ലെസ് സൈഡ് എഫക്ട്സ്. യൂഷ്വലി ട്യൂബെക്ടമി അല്ലെങ്കിൽ വാസെക്ടമി, ദീസ് സർജിക്കൽ പ്രൊസീജിയേഴ്സ് ഹാസ് വെരി ലെസ് സൈഡ് എഫക്ട് എക്സെപ്റ്റ് ദേ ആർ ഇറിവേഴ്സിബിൾ മെത്തേഡ്സ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റിറോയിഡൽ കോൺട്രസെപ്റ്റീവിന്റെ സൈഡ് എഫക്റ്റ് ആണ് പറയുക. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഓറൽ പിൽസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഹോർമോൺസ് എടുക്കുകയാണെങ്കിൽ സഹേലി വെച്ച് നോക്കുമ്പോഴത്തേക്കും ദേ ഹാവ് മച്ച് മോർ സൈഡ് എഫക്ട്സ് അല്ലെ. ആ സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണ്? അബ്ഡോമിനൽ പെയിൻസ്, നോസിയ, മൂഡ് സ്വിങ്സ്, കാരണം ഇത് ഹോർമോൺസ് ആണ്, മൂഡ് സ്വിങ്സ്, ബ്രേക്ക് ത്രൂ ബ്ലീഡിങ്, ഇൻ ബിറ്റ്വീൻ ബ്ലീഡിങ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ മെൻസ്ട്രുവൽ സൈക്കിളിന്റെ 28 ഡേയ്സിൽ ബ്ലീഡിങ് നടക്കാനുള്ള സമയത്ത് അല്ലാതെ ബ്ലീഡിങ് നടക്കുക. ഇൻറെഗുലർ മെൻസ്ട്രുവൽ ബ്ലീഡിങ് എന്ന് പറഞ്ഞാൽ നോർമൽ 28 ഡേയ്സിൽ തന്നെ മെൻസ്ട്രുവേഷൻ നടക്കാതിരിക്കുക. ആൻഡ് ഈവൻ ഇൻ വേഴ്സ് കണ്ടീഷൻസ് ദേ ക്യാൻ ലീഡ് ടു ബ്രസ്റ്റ് ക്യാൻസർ. അപ്പൊ ഇതൊക്കെയാണ് സം ഓഫ് ദി സൈഡ് എഫക്ട്സ് ഓഫ് സ്റ്റിറോയിഡൽ കോൺട്രസെപ്റ്റീവ്സ് അല്ലെങ്കിൽ നമ്മളുടെ ഹോർമോണൽ കോൺട്രസെപ്റ്റീവ്സ്. സോ ഇത്രയും പറഞ്ഞപ്പോൾ contraceptive methods കഴിഞ്ഞു, which is reversible and irreversible contraceptive methods. So let's check the next part, which is MTP, medical termination of pregnancy. Actually ഈ പേര് പറയുന്നത് പോലെ തന്നെ ഇതൊരു കോൺട്രസെപ്റ്റീവ് മെത്തേഡ് അല്ല. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി സ്റ്റോപ്പ് ആക്കുകയല്ലേ എന്നല്ല. It's actually the embryo is developed. It is not used as a contraceptive method. It is used to prevent unwanted pregnancies, but when there is a failure of contraceptive. ഇതൊരു കോൺട്രസെപ്റ്റീവ് മെത്തേഡ് ആയിട്ടല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷെ കോൺട്രസെപ്റ്റീവ് ഫെയിൽ ആയതുകൊണ്ടോ ഒരു റേപ്പ് കേസ് കൊണ്ടോ അൺനെസസറി ആയിട്ടുള്ള ഒരു അൺവാണ്ടഡ് പ്രഗ്നൻസി ഉണ്ടായാൽ അതിനെ എന്ത് ചെയ്യാനായിട്ട്, റിമൂവ് ചെയ്യാനായിട്ടാണ് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് അബോർഷൻസ് ചെയ്യുക. അപ്പൊ ഇൻഡ്യൂസ്ഡ് അബോർഷൻ ഒരു കോൺട്രസെപ്റ്റീവ് മെത്തേഡ് അല്ലാത്തത് കൊണ്ട് തന്നെ ഇത് എല്ലാ കേസസിലും ചെയ്യുന്ന ഒരു കാര്യമല്ല. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടുണ്ട്. ബേസിക്കലി ഇന്ത്യ അതിനെ 1972 ലീഗലൈസ് ചെയ്തിട്ടുണ്ട്. ഈ ലീഗലൈസ് ചെയ്തപ്പോഴത്തേക്കും ഒരിക്കലും ഇല്ലീഗൽ ആയിട്ടുള്ള അബോർഷൻസ് പ്രിവെന്റ് ചെയ്യാനും അതുവഴി മെറ്റേണൽ ഡെത്തോ മെറ്റേണൽ മോർട്ടാലിറ്റിക്കോ കാരണമാക്കാനും മോർബിഡിറ്റിക്കോ കാരണമാക്കുന്നതാണ് അബോർഷൻസ്. കാരണം അത് അമ്മയ്ക്ക് ഡേഞ്ചറസ് ആണ്. അപ്പൊ ആ ഒരു പ്രോസസ്സിനെ
കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാനാണ് എന്ത് ചെയ്തത്, ഇന്ത്യ 1972 ഇതിനെ ലീഗലൈസ് ചെയ്തത്. അപ്പോൾ ഈ ലീഗലൈസ് ചെയ്തത് എന്തെല്ലാം ക്രൈറ്റീരിയയിലാണ് നമുക്ക് MTP പെർഫോം ചെയ്യാൻ പറ്റുക, ഏതാണ് അതിന്റെ സേഫ് ഡ്യൂറേഷൻ, വിച്ച് ഇസ് ദ മോസ്റ്റ് കോമൺലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ ഫോർ യുവർ ബോർഡ് എക്സാംസ്. അപ്പൊ നമുക്ക് നോക്കിയാലോ. ഫസ്റ്റ് ഓഫ് ഓൾ, MTPs ഫസ്റ്റ് ട്രൈമസ്റ്ററിലാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള പീരീഡ്. ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറയുമ്പോൾ ആദ്യത്തെ 3 മാസം 12 വീക്സ് ഓഫ് പ്രഗ്നൻസി. സെക്കൻഡ് ട്രൈമസ്റ്ററിലും ചെയ്യാൻ പറ്റും അണ്ടർ സർട്ടൈൻ റൂൾസ്, പക്ഷെ ഭയങ്കര റിസ്കിയാണ്. സോ ലെറ്റ്സ് സീ വെൻ ഈസ് ലൈക്ക് MTP ഡൺ. യൂഷ്വലി MTPs നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇറ്റ് ഈസ് ഇല്ലീഗൽ MTPസിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇന്ത്യയിൽ എന്ത് ചെയ്യുക, ലീഗലൈസ് ചെയ്തത്. കാരണം അമ്നിയോസിന്തസിസ് വഴി ഫീമെയിൽ ഫീറ്റിസൈഡ് പ്രിവെന്റ് ചെയ്യാനായിട്ടും യങ് മദേഴ്സിന് ഡേഞ്ചർ ഉണ്ടാവുന്ന രീതിയിലുള്ള നമുക്കറിയാം അൺക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് വഴിയുള്ള MTPs പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയൊക്കെയാണ് ശരിക്കും ലീഗലൈസ് ചെയ്തത്. ലീഗലൈസ് ചെയ്തതിന് കുറച്ച് പ്രൊവിഷൻസ് ഉണ്ട്. MTPs ഏതെല്ലാം സിറ്റുവേഷനിൽ ചെയ്യാം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു അൺവാണ്ടഡ് പ്രഗ്നൻസി ആയിരുന്നു, അത് ഡ്യൂ ടു ഫെയിലർ ഓഫ് കോൺട്രസെപ്റ്റീവ് യൂസ് ചെയ്തു പക്ഷെ ഫെയിൽ ചെയ്തു, അല്ല എങ്കിൽ ഒരു റേപ്പ് കേസ് ആണെന്ന് വിചാരിക്കാം, അല്ല എങ്കിൽ ഈ കുട്ടി ഡെവലപ്പ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഹാർംഫുൾ ഫോർ ദ മദർ ഓർ ദി ചൈൽഡ്. അങ്ങനെയുള്ള ഏത് കേസസിലും MTPs പോസിബിൾ ആണ്. അപ്പോ ഒരു കാഷ്വൽ സെക്ഷൽ ഇന്റർകോഴ്സിൽ അൺവാണ്ടഡ് പ്രഗ്നൻസി ആയിരുന്നു, അല്ലെങ്കിൽ ഇന്റർകോഴ്സിന് സമയത്ത് ഉണ്ടായിരുന്ന കോൺട്രസെപ്റ്റീവ് ഫെയിലിയർ ആണ്, റേപ്പ് കേസ് ആണ്, അല്ലെങ്കിൽ അമ്മയ്ക്കും കുട്ടിക്കും ഈ പ്രഗ്നൻസി കൊണ്ട് പ്രശ്നം ഉണ്ടാവുമെങ്കിൽ ചെയ്യാം. ഇതിൽ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഏതൊരു കേസസിൽ വേണമെങ്കിലും MTPs ചെയ്യാവുന്നതാണ്. എന്നാൽ സെക്കൻഡ് ട്രൈമസ്റ്റർ എത്തിക്കഴിഞ്ഞാൽ MTPs are only performed when it is due to when it is harmful for the mother and fetus. കാരണം സെക്കൻഡ് ട്രൈമസ്റ്ററിൽ ഇറ്റ് ഈസ് വെരി ഡേഞ്ചറസ് ടു പെർഫോം MTPs. അപ്പൊ അത് അമ്മയ്ക്കോ കുട്ടിക്കോ റിസ്കി ആണെങ്കിൽ മാത്രമാണ് ഈ MTPs സെക്കൻഡ് ട്രൈമസ്റ്ററിൽ ചെയ്യുക. ആൻഡ് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ യു ഓൺലി നീഡ് എ സിംഗിൾ ഡോക്ടേഴ്സ്, ദാറ്റ് ഈസ് ആ സിംഗിൾ സർട്ടിഫൈഡ് ഡോക്ടറിന്റെ ഒരു പിന്നെ അപ്രൂവൽ മതി. എന്നാൽ സെക്കൻഡ് ട്രൈമസ്റ്റർ പ്രഗ്നൻസിയിലാണ് എങ്കിൽ യു നീഡ് എ ക്വാളിഫൈഡ് 2 ഡോക്ടേഴ്സ് അപ്രൂവൽ സോ ആസ് ടു ഡു ദി MTP. അപ്പൊ ഇത്രയും പറഞ്ഞപ്പോൾ MTP എന്താണ്, അത് എപ്പോഴാണ് ചെയ്യാൻ പോകുന്നത്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. Now we go to sexually transmitted diseases. So we know സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്, അല്ലെങ്കിൽ അതർവൈസ് കോൾഡ് ആസ് റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷൻസ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ വെനീറൽ ഡിസീസസ് എന്ന് വിളിക്കുന്ന ഡിസീസസ് ആർ കോസ് ബേസിക്കലി ഡ്യൂ ടു സെക്ഷൽ ഇന്റർകോഴ്സ്. ഒരു അൺപ്രൊട്ടക്റ്റഡ് സെക്ഷൽ ഇന്റർകോഴ്സ് വഴി ഉണ്ടാവുന്ന രോഗങ്ങളാണ്. ഇറ്റ് ക്യാൻ പാസ് ഫ്രം എ ഇൻഫെക്റ്റഡ് പേഴ്സൺ ടു ഹെൽത്തി പേഴ്സൺ. ഏറ്റവും ഡേഞ്ചറസ് ആയ എയ്ഡ്സും ഹെപ്പറ്റൈറ്റിസും പോലുള്ള വൈറൽ ഡിസീസസ് തൊട്ട് ചെറിയ സിംറ്റംസ് മാത്രം കാണിക്കുന്ന ഗൊണേറിയ, അല്ലെങ്കിൽ ജനീഷ്യൽ ഹെർപ്പിസ്, ട്രൈക്കോമോണിയാസിസ് പോലുള്ള എന്തുണ്ട് സെൽഫ് ലിമിറ്റഡ് ആയിട്ടുള്ള ട്രീറ്റബിൾ ആയിട്ടുള്ള ഡിസീസുകൾ വരെ ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിൽ തന്നെ ഇപ്പൊ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസിൽ തന്നെ ഹെപ്പറ്റൈറ്റിസ് ബി, HIV പോലുള്ള അസുഖങ്ങൾ സെക്ഷൽ ട്രാൻസ്മിഷൻ വഴി മാത്രമല്ല, നിങ്ങൾക്കറിയാം ഇൻഫെക്റ്റഡ് മദർ ടു ഫീറ്റസ് പോകാൻ പറ്റും, പ്ലാസന്റ ത്രൂ പോകാൻ പറ്റും, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴി, ഇഞ്ചക്ഷൻ നീഡിൽസ് ഷെയർ ചെയ്യുന്ന വഴി ഒക്കെ എന്ത് ചെയ്യും, ട്രാൻസ്മിറ്റ് ചെയ്യും. ഇവിടെ ഹെപ്പറ്റൈറ്റിസ് ബി, ജനീഷ്യൽ ഹെർപ്പിസ് ആൻഡ് എയ്ഡ്സ്, ഈ 3 രോഗങ്ങൾക്കാണ് ഇൻക്യൂറബിൾ എന്ന് പറയാൻ പറ്റുക. എന്ന് പറഞ്ഞാല് കംപ്ലീറ്റ്ലി നമുക്ക് ഈ വൈറസിനെ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്ത് കളയാൻ പറ്റില്ല. യു ക്യാൻ ട്രീറ്റ് ചെയ്യാൻ പറ്റും, ബട്ട് കനോട്ട് ക്യൂർ ഇറ്റ്. ആ വൈറസിന് കംപ്ലീറ്റ്ലി ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ബാക്കിയുള്ള എല്ലാ അസുഖങ്ങളും നമ്മൾ പറഞ്ഞ ബാക്ടീരിയൽ ഡിസീസസ് ആവട്ടെ, അല്ലെങ്കിൽ ട്രൈക്കോമോണിയാസിസ് പോലുള്ള പ്രോട്ടോസോവൽ ഡിസീസസ് ആവട്ടെ, കംപ്ലീറ്റ്ലി ക്യൂറബിൾ ആണ്. പക്ഷെ മോസ്റ്റ്ലി നമുക്കറിയാം ഏർലി സിംറ്റംസ് ഒക്കെ വളരെ ചെറിയ സിംറ്റംസ് ആണ്. ഇച്ചിങ്, ഫ്ലൂയിഡ് ഡിസ്ചാർജ്, സ്ലൈറ്റ് പെയിൻ, സ്വെല്ലിംഗ്. അപ്പൊ ഇങ്ങനെയുള്ള ജനീഷ്യൽ റീജിയനിലുള്ള പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ സാധാരണ ആൾക്കാർ എന്ത് ചെയ്യും, അവരുടെ ഒരു നെഗ്ലിജൻസ് കൊണ്ട്, അവർക്ക് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ആയതുകൊണ്ട് ഹോസ്പിറ്റലിൽ കാണിക്കാൻ മടിയായതുകൊണ്ട് അവരെന്തില്ല, കാണിക്കില്ല. അങ്ങനെ ആവുമ്പോൾ ഈ ഡിസീസസ് സിംറ്റംസിനെ ക്യൂർ ചെയ്യാതിരിക്കുമ്പോൾ, ആ ട്രീറ്റ്മെന്റ് കൊടുക്കാതിരിക്കുമ്പോൾ ഇത് കുറച്ചും കൂടെ വലുതായി അവർ പെൽവിക് റീജിയനിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാനും അതുവഴി അബോർഷൻസും എക്ടോപിക് പ്രഗ്നൻസീസ്. എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് ഇംപ്ലാന്റേഷൻ നടക്കാനുള്ള യൂട്രസിൽ നടക്കാതെ അത് ഫെലോപ്പിയൻ ട്യൂബിൽ നടക്കുക, അതിനെയാണ് എക്ടോപിക് പ്രഗ്നൻസീസ് എന്ന് പറയുക. അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി, ഇങ്ങനെയുള്ള പല റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഡിസീസസിനും
കാരണമാവും. So once you don't treat it early symptoms only, it progress into a much dangerous condition. അപ്പോൾ ഇത്രയും പറഞ്ഞപ്പോഴേക്കും നമ്മുടെ സെക്കൻഡ് സെഗ്മെന്റ് കഴിഞ്ഞു. ഇനി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പറയാനുള്ള ഒരു റീജിയൻ ഇതാണ്. STDs ഏറ്റവും വൾണറബിൾ ആയിട്ട് ഏറ്റവും കൂടുതലായി നമ്മൾ കാണുന്നത് ഏത് ഏജ് ഗ്രൂപ്പിലാണ്? നമ്മൾ ആദ്യം പറഞ്ഞപ്പോഴേ പറഞ്ഞു അഡോളസൻസിലാണ് ഏറ്റവും കൂടുതൽ STDs കാണുക. അതുകൊണ്ടാണ് അവർക്ക് നമ്മൾ എന്ത് ചെയ്യുക, പ്രോപ്പർ ആയിട്ടുള്ള അവയർനെസ് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അവർക്ക് ഈ സേഫ് സെക്ഷുവൽ പ്രാക്ടീസസിനെ കുറിച്ച് അവെയർ ആക്കേണ്ട ഒരു നീഡ് വരിക. Then how to prevent STDs? Prevent STDs, മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് അവോയ്ഡ് ചെയ്യുക, കോണ്ടംസ് പോലുള്ള പിന്നെ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന, എഗെയിൻ STDസിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ബാരിയർ മെത്തേഡ് കോണ്ടമാണ്. അപ്പൊ കോണ്ടംസ് ഒക്കെ യൂസ് ചെയ്യുക കോയിറ്റസിന്റെ സമയത്ത്. ഇനി എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ട്, ഇറ്റ് ഈസ് ആ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്, ഇമ്മീഡിയറ്റ്ലി അതിനെ ഡിറ്റക്ട് ചെയ്യുക, അതിനെ ക്യൂർ ചെയ്യുക, ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. So this is all about the second part. അപ്പൊ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് contraceptives, reversible, irreversible, MTP, what are the clause for legalizing MTP, and finally STDs ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ പാർട്ടിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെക്ക് ചെയ്യാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, why is lactational amenorrhea considered a natural method of contraception? How long does it remain effective? അപ്പൊ നമുക്കറിയാം ലാക്ടേഷണൽ അമിനോറിയ എന്ന് പറഞ്ഞാൽ 6 മാസം ഫ്രം ദി ഡെലിവറി up to 6 months when a mother is completely lactating, നല്ലപോലെ ലാക്ടേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യില്ല, ബിക്കോസ് ഓഫ് ഹൈ ലെവൽ ഓഫ് പ്രൊലാക്റ്റിൻ ഓവുലേഷനെ റെസ്ട്രിക്ട് ചെയ്യും. ഇതിനെയാണ് ലാക്ടേഷണൽ അമിനോറിയ എന്ന് പറയുന്നത്. അറ്റ് ദിസ് ടൈം ഇറ്റ് ഈസ് എ സേഫ് പീരീഡ് ഫോർ സെക്ഷൽ ഇന്റർകോഴ്സ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ആക്ട് ആസ് എ നാച്ചുറൽ മെത്തേഡ് ഓഫ് കോൺട്രസെപ്റ്റീവ്. ഇനി അടുത്തതാണ് വാട്ട് ആർ MTPs? എന്താണ് MTP? മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. അണ്ടർ വാട്ട് കണ്ടീഷൻ ആർ MTPs ലീഗൽ ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ഏതെല്ലാം കണ്ടീഷനിൽ നമുക്ക് MTPs ചെയ്യാം? നമ്മൾ പറഞ്ഞു കൺസെപ്ഷൻ ഹാപ്പൻ ഡ്യൂ ടു കാഷ്വൽ അൺപ്രൊട്ടക്റ്റഡ് സെക്ഷൽ ഇന്റർകോഴ്സ് കൊണ്ടായിരിക്കാം, അൺവാണ്ടഡ് പ്രഗ്നൻസീസ് ആണെങ്കിൽ, അല്ലെ, നമുക്ക് ആവശ്യമില്ലാത്ത പ്രഗ്നൻസി ആണ്, പക്ഷെ നമ്മളുടെ ഒന്നിൽ നമ്മളുടെ പിന്നെ കോൺട്രസെപ്റ്റീവ് ഫെയിലിയർ ആവാം, അല്ലെങ്കിൽ നമ്മുടെ കാഷ്വൽ സെക്ഷൽ ഇന്റർകോഴ്സിൽ തന്നെ ഈ കുട്ടീനെ ഇപ്പോൾ വേണ്ടാന്ന് വിചാരിച്ചിരുന്ന ഒരു കുട്ടിയാണെങ്കിൽ യു ക്യാൻ ഗോ ഫോർ MTP. അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഹൈ റിസ്ക് ഫോർ മദർ ആൻഡ് ഫീറ്റസ്. ആ കേസിൽ നമുക്ക് ചെയ്യാം. റേപ്പ് കേസസിലുള്ള കൺസെപ്ഷനിലും നമുക്ക് എന്ത് ചെയ്യാം, MTPs പെർഫോം ചെയ്യാം. Next, how do copper and hormone releasing IUDs act as contraceptives? Explain. അപ്പൊ നമ്മൾ പറഞ്ഞു ഇവിടെ ചോദിക്കാവുന്ന ഏറ്റവും എളുപ്പമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓരോ കോൺട്രസെപ്റ്റീവും അതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് ചോദിക്കാം. ഫോർ എക്സാമ്പിൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് കോപ്പർ റിലീസിങ്ങും ഹോർമോൺ റിലീസിങ്ങുമാണ്. കോപ്പർ റിലീസിങ് IUDs കോപ്പറിനെ റിലീസ് ചെയ്യുന്നു, അത് സ്പേം മോട്ടിലിറ്റിനെ പ്രിവെന്റ് ചെയ്യുകയും ഫെർട്ടിലൈസിംഗ് കപ്പാസിറ്റി ഓഫ് സ്പേം ഇൻഹിബിറ്റ് ചെയ്യുകയും ചെയ്യും. ആൻഡ് ദ എക്സാമ്പിൾ ഇസ് കോപ്പർ T, കോപ്പർ 7, മൾട്ടിലോൺ 375. ഇനി അടുത്ത് വെച്ചിരിക്കുന്ന ഹോർമോൺ റിലീസിങ് IUD ആണ്. നമുക്കറിയാം ഹോർമോൺ റിലീസിങ് IUD പ്രൊജസ്ട്രോൺ അല്ലെങ്കിൽ പ്രൊജസ്ട്രോൺ ഈസ്ട്രോജൻ കോമ്പിനേഷനിലുള്ള ഡ്രഗ്സ് ആയിരിക്കും റിലീസ് ചെയ്യുക. ഇത് യൂട്രസിനെ അൺസ്യൂട്ടബിൾ ഫോർ ഇംപ്ലാന്റേഷൻ ആവുകയും സെർവിക്കൽ മ്യൂക്കസിനെ തിക്കാക്കുകയും അങ്ങനെ സെർവിക്സ് ഹോസ്റ്റൈൽ ഫോർ ദി എൻട്രി ഓഫ് സ്പേം ആക്കുകയും ചെയ്യും. സോ both these cases എന്ത് ചെയ്യുന്നുണ്ട്, ദേ ആക്ട് ആസ് എ വെരി ഗുഡ് കോൺട്രസെപ്റ്റീവ്. എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രൊജസ്റ്റാസേർട്ട് ആൻഡ് LNG-20 ആണ് ഹോർമോൺ റിലീസിങ് IUDസിന് എക്സാമ്പിൾ. സോ എവറി ടൈം വെൻ യു ആർ ഗെറ്റിംഗ് ദിസ് ക്വസ്റ്റ്യൻ എങ്ങനെ അവർ ആക്ട് ചെയ്യുന്നു ആൻഡ് വാട്ട് ആർ ദി എക്സാമ്പിൾസ്, ഇതാണ് നമ്മൾ എഴുതാനുള്ളത്. Now see next question. Name and explain a surgical contraceptive method that can be adopted by male partner of the couple. അപ്പൊ ആദ്യമേ മെയിൽ പാർട്ട്ണർ ചെയ്യുന്നത് വാസെക്ടമി ആണ്. വാസെക്ടമി എന്ന് പറഞ്ഞാൽ എന്താണ്? കട്ടിങ് ആൻഡ് ടൈയിങ് ദ വാസ് ഡിഫറൻസ്. അപ്പൊ എന്ത് സംഭവിക്കും? ദ സ്പേം കനോട്ട് ഗോ ഔട്ട് ആഫ്റ്റർ ദാറ്റ്, അല്ലെ? അപ്പൊ എന്ത് പറ്റില്ല, സ്പേമിന് ഇൻസെമിനേഷന്റെ സമയത്ത് പുറത്തേക്ക് പോകാൻ പറ്റില്ല. സോ ദ സെമൻ വിൽ ബി ദെയർ ബട്ട് ഇറ്റ് ഡു നോട്ട് കണ്ടെയ്ൻ സ്പേം. ഇതാണ് എന്തെന്ന് പറയാ, സർജിക്കൽ മെത്തേഡ് ഓഫ് കോൺട്രസെപ്റ്റീവ് മെയിൽസ് യൂസ് ചെയ്യുക. അപ്പൊ നമുക്ക് നോക്കാം. വാസെക്ടമി is the surgical contraceptive method adopted by male. It is a sterilization irreversible method ആണ്. Small portion of vas difference is cut and tied. എന്നിട്ട് എന്ത് ചെയ്യുന്നു, that prevent the blocking the transport of sperm from testis to the copulatory organ. This method is highly effective ആണ്.
as it blocks the transport of gamete. The main disadvantage എന്ന് പറയുന്നത് ഇത് സർജിക്കൽ പ്രൊസീജിയർ ആണ്, അതുകൊണ്ട് തന്നെ റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല, ഇറിവേഴ്സിബിൾ ആണെന്നുള്ളതാണ് ഇതിന്റെ ഡിസഡ്വാൻറ്റേജ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ കണ്ടീഷൻ ഇൻ വിച്ച് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ഈസ് അഡ്വൈസ്ഡ്? MTP അഡ്വൈസ് ചെയ്യുന്ന ഡിഫറെന്റ് കണ്ടീഷൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. റിസ്ക് ഫോർ പ്രഗ്നന്റ് ലേഡി ആൻഡ് ഫീറ്റസ്, teratogenic defect and then the fetus is having some abnormality. In case of unwanted pregnancy due to unsafe coitus ആയിരിക്കാം, റേപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ കോൺട്രസെപ്റ്റീവ് ഫെയിലിയർ ആയിരിക്കാം, അൺവാണ്ടഡ് പ്രഗ്നൻസീസിന്റെ സമയത്ത് MTPs possible ആണ്. So finally we will go to the last question. What are the measures one has to take to prevent contracting STDs? STDs പ്രിവെന്റ് ചെയ്യാനുള്ള മെഷേഴ്സ് എന്തൊക്കെയാണ്? അപ്പോൾ നമുക്ക് പലതരം ടൈപ്പ് ചോദ്യങ്ങൾ ചോദിക്കാം. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് STDs ഏതൊക്കെയാണെന്ന് ചോദിക്കാം, നോൺ ക്യൂറബിൾ STDs ഏതൊക്കെയാണെന്ന് ചോദിക്കാം. എന്നാൽ ഇവിടെ ചോദിച്ചിരിക്കുന്ന STDs എങ്ങനെ പ്രിവെന്റ് ചെയ്യാം, അല്ലെ? എങ്ങനെയൊക്കെ പ്രിവെന്റ് ചെയ്യാം? നമ്മൾ പറഞ്ഞു, യൂസ് ഓഫ് കോൺട്രസെപ്റ്റീവ്സ്, കോണ്ടം പോലുള്ള കോൺട്രസെപ്റ്റീവ്സ്. അഗെയിൻ എല്ലാ കോൺട്രസെപ്റ്റീവ്സും STD പ്രിവെന്റ് ചെയ്യില്ല. കോണ്ടം ഇസ് എ വെരി ഗുഡ് ബാരിയർ വിച്ച് ക്യാൻ പ്രിവെന്റ് STD. സെക്സ് വിത്ത് അൺനോൺ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് അവോയ്ഡ് ചെയ്യുക. റെഗുലർ മെഡിക്കൽ ചെക്ക് ടു എൻഷുർ ഗുഡ് ഹെൽത്ത്. അപ്പൊ എങ്ങനെയൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാം എന്നുള്ളതിന്റെ ആൻസേഴ്സ് ആണ്. മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് അവോയ്ഡ് ചെയ്യുക, കോൺട്രസെപ്റ്റീവ്സ് യൂസ് ചെയ്യുക, ഓൾസോ ഇൻ കേസ് ഓഫ് എനി സിംറ്റംസ് റെഗുലർ മെഡിക്കൽ ചെക്കപ്പ് ചെയ്യും. സോ ദാറ്റ്സ് ഇറ്റ്. നൗ വി മൂവ് ടു ദ ഫൈനൽ പാർട്ട്. അവിടെയാണ് നമ്മൾ ഇൻഫെർട്ടിലിറ്റിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ. സോ നമ്മുടെ ചാപ്റ്ററിന്റെ ലാസ്റ്റ് പാർട്ടിലേക്ക് എത്തുകയാണ്, അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നിക്സ്. അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നിക്സ് എന്തിനാ ചെയ്യുന്നത്? അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് മീൻസ് നമ്മൾ അസിസ്റ്റ് ചെയ്യേണ്ടി വരും, ബിക്കോസ് ദർ ഇസ് സം പ്രോബ്ലം ദാറ്റ് ഇസ് കോൾഡ് as ഇൻഫെർട്ടിലിറ്റി. എന്താണ് ഇൻഫെർട്ടിലിറ്റി? ഒരു മാരീഡ് കപ്പിൾ ഓവർ എനി കപ്പിൾ ഓവർ 1 year ടൈം നോർമൽ സെക്ഷൽ ഇന്റർകോഴ്സ് ആയിട്ടും ദേ ഹാവന്റ് ആക്ച്വലി ഗോട്ട് എ ചൈൽഡ്. അപ്പൊ ഈ കണ്ടീഷനാണ് നമ്മൾ ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുക. The infertility can be because of male reasons or female reasons. അപ്പോൾ male infertility ആവാം, female infertility ആവാം. So for such infertility conditions നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? We can go for assisted reproductive techniques so as to conceive a baby. But special techniques to assist a couple to have children when corrective treatments are not possible. Corrective treatments ഒക്കെ ഒന്നും പോസിബിൾ അല്ല എങ്കിൽ അവർക്ക് ചെയ്യുന്ന സ്പെഷ്യൽ ടെക്നിക്സ് ആണ്, so that they can conceive a baby. അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നിക്സിനെ ശരിക്കും നമുക്ക് പല നെയിമുകളാണ് ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ ചോദിക്കുന്നതും അതിന്റെ എക്സ്പാൻഷൻസ് ആണ്. സോ അവരെ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ബേസിക്കലി ഇങ്ങനെ എഴുതാം. നമുക്ക് 2 ടൈപ്പ് ഓഫ് അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നിക്സ് ഉണ്ട്. ഇൻ വിട്രോ ഫെർട്ടിലൈസേഷനും ഇൻ വിവോ ഫെർട്ടിലൈസേഷനും. മക്കളെ നമുക്ക് ആദ്യം നോക്കാം ഇൻ വിവോ ഫെർട്ടിലൈസേഷൻ. ഇൻ വിവോ എന്ന് പറഞ്ഞാൽ ഇൻസൈഡ് ദ ബോഡി ഓഫ് ഫീമെയിൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഞാൻ ഇങ്ങനെ പടം വരയ്ക്കുകയാണ്, ആ പേരിൽ നിന്ന് തന്നെ പടം വരയ്ക്കുകയാണേ, ശ്രദ്ധിച്ചേ. ദ ഫീമെയിൽ ഫെലോപ്പിയൻ ട്യൂബിൽ വെച്ച് ഫെർട്ടിലൈസേഷൻ നടക്കുന്നുണ്ട്. സോ ഓഫ് കോഴ്സ് ആ കുട്ടീനെ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ അങ്ങനെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നുവെങ്കിൽ ദേ ക്യാൻ ബി കൺസീവ്ഡ് ഇൻ ദി മദേഴ്സ് യൂട്രസ്. അപ്പൊ നിങ്ങൾ ആലോചിക്കും, ഫെർട്ടിലൈസേഷൻ നടക്കുന്നുണ്ട്, കൺസീവും ചെയ്യുന്നുണ്ട്, പിന്നെ എവിടെയാ പ്രശ്നം? ഇതിന് തൊട്ട് മുമ്പായിരിക്കും പ്രശ്നം. ഫെർട്ടിലൈസേഷൻ നടക്കുന്നുണ്ട്, പക്ഷെ ഗാമേറ്റ് ഇസ് നോട്ട് ദെയർ. അത് 2 രീതിയിലാവാം. ഇറ്റ് ക്യാൻ ബി ദ പ്രോബ്ലം വിത്ത് മെയിൽ ഗാമേറ്റ്, അവിടെ സ്പെർമിനഫ് എത്തുന്നില്ല, അല്ല എങ്കിൽ ഇറ്റ് ക്യാൻ ബി ദ പ്രോബ്ലം വിത്ത് ഫീമെയിൽ ഗാമേറ്റ്. അങ്ങനെ മെയിൽ ഗാമേറ്റിനാണ് പ്രോബ്ലം എങ്കിൽ യു ക്യാൻ ഗോ ഫോർ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. നമുക്കറിയാം മെയിൽ ഗാമേറ്റ് ആണ് പ്രശ്നമെങ്കിൽ യൂട്രസിലേക്കോ വജൈനയിലേക്കോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെമനെ ഇൻസെമിനേറ്റ് ചെയ്യാൻ പറ്റും. ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ. അത് യൂട്രസിലേക്ക് എന്ത് ചെയ്യുന്നു? നമ്മൾ സെമനെ കൊടുക്കുന്നു. വി ക്യാൻ കളക്ട് ലോ സ്പേം കൗണ്ട് ഒക്കെ ഉള്ള കേസിൽ സെമൻ കളക്ട് ചെയ്തിട്ട് ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ ചെയ്യാം, അല്ലെങ്കിൽ വജൈനൽ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ചെയ്യാം. സോ AI ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ഓർ ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ ഈസ് ഡൺ.
ഓക്കെ, ബേസിക്കലി ഇൻസെമിനേഷൻ എന്ന് പറഞ്ഞാൽ സെമിനെ കളക്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ ഇൻജെക്ട് ചെയ്യുന്നു either to the uterus or to the vagina so that fertilization happens. ഇനി ഈ മെയിൽ ഗാമേറ്റ് യു ക്യാൻ ടേക്ക് ഇറ്റ് either from പാരന്റിൽ നിന്ന് മെയിലിൽ നിന്ന് എടുക്കാം ഇഫ് ലോ ഓഫ് സ്പെർം കൗണ്ട് ഒക്കെയാണ് പ്രോബ്ലം. ഇനി സെമിനെ റിലീസ് ചെയ്യുന്നില്ല എങ്കിൽ യു ക്യാൻ ടേക്ക് ഇറ്റ് ഫ്രം എ ഡോണർ. ഓക്കെ, ഇനി ഫീമെയിൽ ഗാമേറ്റിനാണ് പ്രശ്നം. ഫീമെയിൽ ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ അതിവിടെ റീച്ച് ചെയ്യുന്നില്ല എന്നാണെങ്കിലോ, അല്ല എങ്കിൽ ഫീമെയിൽ ഗാമേറ്റേ ഇല്ല എങ്കിൽ യു ക്യാൻ either take it from the parent or you can take it from the donor and you keep it in the fallopian tube. അപ്പൊ നമ്മൾ അതിനെ എന്ത് വിളിക്കും? ഗാമേറ്റ് ഇൻട്രാ ഫെലോപ്പിയൻ ട്യൂബ് ട്രാൻസ്ഫർ. ഇത്രയേ ഉള്ളൂ. ഗാമേറ്റ് നമ്മൾ എന്ത് ചെയ്തു? ഇൻട്രാ ഫെലോപ്പിയൻ ട്യൂബിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു. So in vivo fertilization we can go with two methods. Male gameteനാണ് പ്രശ്നമെങ്കിൽ artificial insemination or intrauterine insemination, and female gameteനാണ് പ്രശ്നമെങ്കിൽ gift gamete intrafallopian tube transfer ചെയ്യാം. അങ്ങനെ ഗാമേറ്റിനെ അവിടെ എത്തിച്ചാൽ ഫെർട്ടിലൈസേഷൻ നടക്കും, ഇംപ്ലാന്റേഷൻ നടക്കും. But what about in vitro fertilization? In vitro എന്ന് പറഞ്ഞാൽ തന്നെ ഔട്ട്സൈഡ് ആണ് ഫെർട്ടിലൈസേഷൻ നടക്കുക. അപ്പൊ ഫെർട്ടിലൈസേഷൻ ഫീമെയിൽ ബോഡിയിലല്ല നടക്കുന്നത് അല്ലെ? അപ്പൊ ഫെർട്ടിലൈസേഷൻ ഫീമെയിൽ ബോഡിയിൽ നടക്കുന്നില്ല. നമ്മൾ ഇനി ഫീമെയിൽ ബോഡിയിലേക്ക് എന്ത് ചെയ്യണം? ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള ബേബീനെ കൊണ്ട് വെക്കണം, ഇംപ്ലാന്റ് ചെയ്യേണ്ടി വരും എംബ്രിയോനെ. അപ്പൊ ബേസിക്കലി ഫെർട്ടിലൈസേഷൻ എവിടെയാണ് നടക്കുക? ഒരു ടെസ്റ്റ് ട്യൂബിനകത്താണ്. അതുകൊണ്ടാണ് ഇതിനെ ടെസ്റ്റ് ട്യൂബ് ബേബി എന്ന് വിളിക്കുക. ഇവിടെ നമ്മള് ഓവത്തിലേക്ക് ആദ്യം സ്പേമിനെ ഇൻജെക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇതിനെയാണ് ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇൻജെക്ഷൻ എന്ന് പറയും. അങ്ങനെ നമ്മൾ ഇൻജെക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന സൈഗോട്ടിനെ 1 to 8 സെൽ സ്റ്റേജ് ആണെങ്കിൽ അതിന് നമുക്ക് എവിടെ വെക്കാം? ഫെലോപ്പിയൻ ട്യൂബിൽ വെക്കാം. അവർ ഓട്ടോമാറ്റിക്കലി ചെന്ന് യൂട്രസിലേക്ക് വീഴും. അവർ നമ്മൾ ഫെലോപ്പിയൻ ട്യൂബിലേക്ക് വെക്കും. ഈ പ്രോസസ്സിനെയാണ് സിഫ്റ്റ് സൈഗോട്ട് ഇൻട്രാഫെലോപ്പിയൻ ട്യൂബ് ട്രാൻസ്ഫർ എന്ന് പറയും. ഇല്ല, അവർ 8 to 32 സെൽ സ്റ്റേജ് ആയി എങ്കിൽ അതൊരു എംബ്രിയോ ആയി അല്ലേ? അപ്പൊ നമ്മൾ എംബ്രിയോനെ എങ്ങോട്ട് വെക്കും? യൂട്രസിലേക്ക് വെക്കും. അപ്പൊ അതിനെ എംബ്രിയോ ട്രാൻസ്ഫർ എന്നോ അല്ലെങ്കിൽ യൂട്രൈൻ ട്രാൻസ്ഫർ എന്നോ വിളിക്കും. ഇൻട്രായൂട്രൈൻ ട്രാൻസ്ഫർ എന്ന് പറയും. ഓക്കെ, ഇവിടെ നമ്മൾ ഐ എന്ന് പറയുന്ന ഇൻട്രായൂട്രൈൻ ഇൻസെമിനേഷൻ ആണ്. IUT എന്ന് പറയുമ്പോൾ ഇൻട്രായൂട്രൈൻ ട്രാൻസ്ഫർ ആണ് നമുക്ക് വരിക, അല്ലെങ്കിൽ എംബ്രിയോ ട്രാൻസ്ഫർ ആണ് നമ്മൾ ചെയ്യുക. സോ ദിസ് ഇസ് വാട്ട് ഹാപ്പൻസ് ഇൻ ഇൻവിട്രോ. ഇപ്പൊ വെളിയിലാണ് ഫെർട്ടിലൈസേഷൻ, അതിനുവേണ്ടി ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇൻജെക്ഷൻ ചെയ്യും. ഉണ്ടാവുന്ന സൈഗോട്ടിനെ ഒന്നിൽ നമ്മൾ ഫെലോപ്പിയൻ ട്യൂബിൽ വെക്കും, സൈഗോട്ട് ഇൻട്രാഫെലോപ്പിയൻ ട്യൂബ് ട്രാൻസ്ഫർ. അല്ല എങ്കിൽ അതിനെ നമ്മൾ യൂട്രസിലേക്ക് വെക്കും, ഇംപ്ലാന്റ് ചെയ്യും, ഇൻട്രായൂട്രൈൻ ട്രാൻസ്ഫർ, അതർവൈസ് കോൾഡ് ആസ് എംബ്രിയോ ട്രാൻസ്ഫർ. സോ നൗ ലെറ്റ്സ് ചെക്ക് ദിസ് പാർട്ട്. അപ്പൊ നമുക്ക് നോക്കാം, ഡിഫറെന്റ് ടേംസ് ആണ്. സിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്കറിയാം, സൈഗോട്ടിനെ ഇൻട്രാഫെലോപ്പിയൻ ട്യൂബിലേക്ക് വെക്കുന്നു. IUT ഇൻട്രായൂട്രൈൻ ട്രാൻസ്ഫർ ആണ്. യൂട്രസിലേക്ക് നമ്മൾ 8 to 32 സെൽ സ്റ്റേജിലുള്ള എംബ്രിയോനെ വെക്കുന്നു. ദാറ്റ് ഇസ് എംബ്രിയോ ട്രാൻസ്ഫേഴ്സ്. ഇനി അടുത്തത് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷനിലാണ് ഇത് രണ്ടും ചെയ്യുക. ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഗാമേറ്റ് ഇൻട്രാഫെലോപ്പിയൻ ട്യൂബ് ട്രാൻസ്ഫർ. ഗാമേറ്റിനെ ഫെലോപ്പിയൻ ട്യൂബിലേക്ക് വെക്കുന്നു. അത് ചെയ്യുന്നത് ഏതിലാണ്? ഇൻ വിവോ ഫെർട്ടിലൈസേഷനിലാണ്. ICSI എന്ന് പറഞ്ഞാൽ ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇൻജെക്ഷൻ ആണ്. ടെസ്റ്റ് ട്യൂബ് ബേബിയിൽ സൈറ്റോപ്ലാസം ഓഫ് ദ ഓവത്തിലേക്ക് സ്പേമിനെ ഇൻജെക്ട് ചെയ്യുന്നു, സോ ദാറ്റ് ഫെർട്ടിലൈസേഷൻ ഹാപ്പൻസ്. IUI എന്ന് പറഞ്ഞാൽ ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ ആണ്. സെമൻ കുറവാണെങ്കിൽ ഫീമെയിൽ ബോഡിയിലേക്ക് നമ്മൾ സെമനെ ഇൻജെക്ട് ചെയ്യുന്ന പ്രോസസ്. സോ ദീസ് ടു ഹാപ്പൻസ് ഇൻ വിവോ ഫെർട്ടിലൈസേഷൻ. ഓൾ അതർ തിങ്സ് ഹാപ്പൻസ് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ. ഇനി നോക്കൂടാ, ഇൻ വിട്രോ ഫെർട്ടിലൈസേഷനിൽ നമ്മൾ പറഞ്ഞു ഡിഫറെന്റ് പ്രോസസ്സസ് ഏതൊക്കെയാണ് എന്ന്. So you can see here, zygote intrafallopian tube transfer, intrauterine transfers, transfer of zygote early embryo up to 8 to 8 blastomia stage വരെയാണ് നമ്മൾ എന്ത് ചെയ്യുക? സിഫ്റ്റ് ചെയ്യുക. ഇൻട്രായൂട്രൈൻ ട്രാൻസ്ഫർ ആണെങ്കിൽ ആ എംബ്രിയോ എത്രയായിരിക്കണം? മോർ ദാൻ 8 ബ്ലാസ്റ്റോമിയേഴ്സ് ആയിരിക്കണം. അപ്പൊ നമ്മൾ എംബ്രിയോ എന്ന് വിളിക്കുള്ളൂ, അതിനെ യൂട്രസിലേക്ക് വെക്കും. ഓക്കെ,
ഇനി നമ്മൾ ഇൻ വിവോ ആണെങ്കിൽ നമ്മൾ ഗാമേറ്റ് ഇൻട്രാഫിലോപ്പിയൻ ട്യൂബ് ട്രാൻസ്ഫറിലേക്ക് പോവും, where the transfer of ovum collected from the donor into the fallopian tube of another female who cannot produce one can provide suitable environment for fertilization and implantation. ഇവിടെ ഫെർട്ടിലൈസേഷൻ ഇംപ്ലാന്റേഷൻ നടക്കും, പക്ഷെ ഗാമേറ്റ് ഇല്ലാത്ത കേസസിലാണ് നമ്മൾ ഗാമേറ്റ് ഇൻട്രാഫിലോപ്പിയൻ ട്യൂബ് ട്രാൻസ്ഫർ ചെയ്യുക. ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ നമ്മൾ ടെസ്റ്റ് ട്യൂബിനകത്ത് വെച്ച് സൈറ്റോപ്ലാസത്തിലേക്ക് സ്പേമിനെ ഇഞ്ചെക്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ എന്ന് പറയും. So all these terms you have to be familiar with. ഇനി ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ എന്ന് പറഞ്ഞാൽ വജൈനയിലേക്ക് അല്ല എങ്കിൽ യൂട്രസിലേക്ക് നമ്മൾ ഒരു കത്തീറ്റർ യൂസ് ചെയ്ത് സെമനെ ഇഞ്ചെക്ട് ചെയ്യും. ഓക്കെ, സോ ദാറ്റ് ദ ഫെർട്ടിലൈസേഷൻ ഹാപ്പൻസ് ഇൻസൈഡ് ദ ഫീമെയിൽ ബോഡി. ഇനി വാട്ട് ഈസ് ദ ലിമിറ്റേഷൻ വിത്ത് ദിസ്? നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഇത് ഹൈ പ്രിസിഷൻ ആവശ്യമുള്ളതാണ്, അതുകൊണ്ട് തന്നെ സ്പെഷ്യലൈസ്ഡ് എക്യുപ്മെന്റ്സും എക്സ്പെൻസീവ് ട്രീറ്റ്മെന്റ്സും ആവശ്യമുണ്ട്. അതൊരു പ്രോബ്ലം ആണ്, ദാറ്റ് കോസ്റ്റ് ദാറ്റ് ഹാസ് ടു ബി ബെയർഡ്. രണ്ടാമതെന്ന് പറഞ്ഞാൽ ഇമോഷണൽ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. പിന്നെ ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡോണറിന്റെ സ്പേം എടുക്കണം എന്നുള്ള ഒരു കേസിൽ ഇറ്റ് ഈസ് ആക്ച്വലി ആൻ ഇമോഷണൽ പ്രോബ്ലം. അത് സ്വന്തം കുട്ടി പാരന്റിൽ ആക്ച്വലി അത് പാരന്റിന് തന്നെയാണ് ലീഗൽ ചൈൽഡ് എങ്കിലും ലൈക്ക് വി നോ ദാറ്റ് ബയോളജിക്കൽ parent being different. അപ്പൊ അങ്ങനെ വരുന്ന സമയത്തുള്ള ഇമോഷണൽ, റിലീജിയൽ ആൻഡ് സോഷ്യൽ ഫാക്ടേഴ്സ് ഓൾസോ ഡിറ്റർമിൻസ് ദിസ് ലിമിറ്റേഷൻസ്. ഓക്കെ, നമുക്കപ്പോ ഈ ഒരു പാർട്ടിലെ ഒരു ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്യാം. നെയിം ദ ടെക്നിക് വിച്ച് ആർ എംപ്ലോയ്ഡ് ഇൻ ദ ഫോളോയിങ് കേസസ്. നോക്കിയാലോ. ട്രാൻസ്ഫർ ഓഫ് എൻ ഓവം കളക്റ്റഡ് ഫ്രം a donor into the fallopian tube of another female who cannot produce ova but can provide suitable environment for fertilization and development. ഇത് ഞാൻ ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറയാം. നിങ്ങൾ ഒരു പടം വരച്ചു നോക്കുക. ഈ പറഞ്ഞ സിറ്റുവേഷന് നമ്മളിവിടെ എന്താ ചെയ്യുന്നത്? You are transferring an ovum collected from another female നിന്നുള്ള ഒരു ഓവത്തിനെ നമ്മൾ എവിടേക്ക് വെക്കുന്നു? വി ആർ കീപ്പിംഗ് ഇറ്റ് ഇൻ ടു ദ ഫെലോപ്പിയൻ ട്യൂബ് ഓഫ് അനദർ ഫീമെയിൽ ഫോർ സ്യൂട്ടബിൾ എൻവയോൺമെന്റ് ഫോർ ഫെർട്ടിലൈസേഷൻ. അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കണം. ഇങ്ങനെ ഗാമേറ്റിനെ വെക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇറ്റ്സ് കോൾഡ് ആസ് ഗാമേറ്റ് ഇൻട്രാ ഫെലോപ്പിയൻ ട്യൂബ് ട്രാൻസ്ഫർ. ഓക്കെ, അടുത്ത് നോക്കാം. Embryo is formed in laboratory in which sperm is directly injected into the ovum. Embryo laboratoryയിൽ ഉണ്ടാവുന്നു. അവിടെ ഓവത്തിനകത്തേക്ക് സ്പേമിനെ ഇഞ്ചെക്ട് ചെയ്യുന്നു. ഈ പ്രോസസ്സിനെ എന്താ വിളിക്കുക? ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ. ICSI, ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ. അടുത്ത നോക്കുക. Semen collected either from the husband or a healthy donor is artificially introduced into the vagina or uterus. അപ്പോൾ വജൈന അല്ലെങ്കിൽ യൂട്രസ് എന്ന് പറയുന്ന ഭാഗത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? സെമനെ ഇഞ്ചെക്ട് ചെയ്യുന്നു. ഇതിനെയാണ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ അല്ലെങ്കിൽ ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ. യൂട്രസിലാണെങ്കിൽ ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ എന്ന് പറയാം. ഓക്കെ, സോ ഗാമേറ്റ് ഇൻട്രാഫെലോപ്പിയൻ ട്യൂബ് ട്രാൻസ്ഫർ, രണ്ടാമത്തത് ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ ആൻഡ് മൂന്നാമത്തത് ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ. സോ ദാറ്റ്സ് ഇറ്റ്. നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് വരുന്ന ഡിഫറെന്റ് ഏരിയാസും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസും ചെക്ക് ചെയ്തു. ബേസിക്കലി നിങ്ങൾക്ക് തിയറി നല്ലപോലെ പഠിച്ചു കഴിഞ്ഞാൽ ഏതൊരു റീജിയനിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. സോ ഹോപ്പ് ഇറ്റ് വിൽ ഹെൽപ്പ് ഫോർ യുവർ ബോർഡ് എക്സാംസ്. സീ യു അഗെയിൻ. ബൈ.